കെവിൻ നിങ്ങൾ ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ അല്ലേ? കാണിച്ചോ ക്യാമറ ഗിരിമാന്യത പിടിക്കുക. ഓക്കെ, വെൽക്കം ടു അവർ വിറ്റ് ടോക്സ്. താങ്ക് യു. ഞങ്ങളുടെ പുതിയ എപ്പിസോഡിൽ നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും ഞങ്ങളോട് ആദ്യം തൊട്ടേ പറയുന്നത്, ഞങ്ങൾ പോഡ്കാസ്റ്റ് തുടങ്ങിയപ്പോൾ തൊട്ടേ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു ഗസ്റ്റ് റിക്വസ്റ്റ് വരും ആൾക്കാർ, ഇങ്ങനെ അവരെ വിളിയുന്ന ആദ്യം തൊട്ടേ ഞങ്ങൾക്ക് കമൻറ്റ് വരുന്ന സാധനമാണ് എവിനെയും കെവിനെയും കൊണ്ടുവരണം ബമ്പർച്ചിരിയിൽ നിന്ന്. സോ അങ്ങനെ ഞങ്ങൾ ബമ്പർച്ചിരിയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള രണ്ടുപേരെ കൊണ്ടുവന്നിരിക്കുകയാണ്. എവിൻ, കെവിൻ, വെൽക്കം ടു വിറ്റ് ടോക്സ്. ആ കയ്യിൽ നിന്ന് കാണിച്ചതിനെ അല്ല അല്ല പ്രശ്നമുള്ളത് എവിടാന്ന് ശരിക്കും കാണിക്കാൻ. എങ്ങനെ എന്താ മുറിഞ്ഞത്? രാവിലെ കോസ്റ്റ്യൂം മാറിക്കൊണ്ടിരുന്നത് കണ്ണാടി ഉണ്ടായിരുന്നു, ഇങ്ങനെ തിരികെ മാറി. ഇന്ന് രാവിലെ മുറിഞ്ഞാണത്? രാവിലെ മുറിഞ്ഞു. ഓ, എക്സ്ക്ലൂസീവ് അല്ലേ? ഈ മുറിവ് ഷൂട്ടിംഗ് സൈറ്റിലൊക്കെ എന്തെങ്കിലും പ്രശ്നം പറ്റുന്നൊക്കെ ഇന്റർവ്യൂവിന് വന്നെന്ന് പറയുന്ന പോലെ ഞങ്ങൾ അത്രയും അപകടകരമായ സാഹചര്യങ്ങളിലാണ് നിങ്ങൾ സ്കിറ്റ് ചെയ്യുന്നത്. പിന്നെ രാവിലെ ചോര കണ്ട് തുടങ്ങിയോണ്ട് സ്കിറ്റ് വിജയിച്ചു. ഇന്നും ബമ്പർ അടിച്ചു. ഓക്കെ, നിങ്ങൾക്കറിയാം ബമ്പർച്ചിരിയിലൊരു 19 ബമ്പറെങ്കിലും അടിച്ചിട്ടുള്ള കലാകാരന്മാരാണ് ഇവർ. കുറച്ചുകൂടി ഒരു 100-150 ബമ്പറെങ്കിലും അടിച്ച് ഒരു 75 ബമ്പർ അടിച്ചിട്ടുണ്ടായിരിക്കും. എങ്ങനെ ആൾക്കാർക്ക് അറിയാം, ഒരു നമ്മുടെ വീട്ടിലെ ഫാമിലിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവരെൻ്റെ അടുത്ത് നീ എന്താണ് ബമ്പർച്ചിരി പോകാത്തത്, ആ പിള്ളേരെ കണ്ടുപിടിക്കുക, നമ്മളോട് പറഞ്ഞ ചേട്ടനെ കണ്ടുപിടിക്കാൻ പറയുന്നവരെ എൻ്റെ അടുത്ത് പറയുന്നത്, ആ 2 കൊച്ചു പിള്ളേരെ കണ്ടുപിടിക്കുക, അവർ ബമ്പർച്ചിരി ബമ്പർ അടിക്കുന്നുണ്ടല്ലേ. അനീസിക്കാര് പ്രാക്കിട്ട് അനീസിക്കപ്പം എപ്പോഴും അഞ്ചടിക്കുന്നു. മഹാദേവന്റെ അസൂയ കൊണ്ടാണ് എനിക്കിപ്പോൾ ബമ്പർ അടിക്കാത്തത്. അവിടെ നമുക്കത് പുറത്തുള്ളവർക്കറിയാം. അത് ഞാൻ ശത്രുക്കളെ ഏറ്റവും അടുത്തിരുത്തും എന്നുള്ള ഇത്തിരി അകത്തിരുത്താൻ കുഴപ്പമില്ല, ശത്രുക്കളെ നമ്മൾ അടുത്ത് നിർത്തണം. അല്ല, ഇത് ഇവര് ഏതാണ്, ആരാണ് കെവിൻ എന്നുള്ളത് സാധനം? ഞാൻ കെവിൻ ഷർട്ടിൽ തൊള, അത് ക്യാമറയിൽ കാണത്തില്ല, എന്നാലും തെറ്റിദ്ധരിക്കും. ഷർട്ടിൽ തുളയുള്ളത് കെവിൻ, കറുത്ത ഷർട്ടും വെളുത്ത മനസ്സുള്ളവൻ എവിൻ. അത് കുറച്ച് എളുപ്പം മനസ്സ് കറുപ്പല്ല കേട്ടോ, മനസ്സ് വെളുപ്പാ. മുഖത്തിനല്ലാതെ വ്യത്യാസമുണ്ട് ഇല്ലേ? പിന്നെ വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ പ്രായം കൂടിക്കൂടി വരുന്നതോറും ഒരാള് വലുത് ഒരാൾ ചെറുതായിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ തോന്നിയോ? ആരെങ്കിലും പറഞ്ഞോ? അല്ല, അതല്ലേലും കൊച്ചിലെ ഇവൻ ചെറുതായിരുന്നു നിങ്ങൾ തമ്മിലോ? പക്ഷെ എനിക്ക് അങ്ങനെ, നിങ്ങൾ കട്ടറുപ്പിന്റെ കാലത്ത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരെ ബമ്പർച്ചിരി ഇപ്പം അറിയാമെങ്കിൽ ഇവരെ ശരിക്കും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല ഇത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ 6 വയസ്സിൽ തൊട്ട് തുടങ്ങിയാണ്. എത്ര? 8 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്താണ് TV പരിപാടി. പണ്ട് തരത്തില്ല. 9 വയസ്സിൽ തുടങ്ങിയതാ. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാ. നിനക്ക് എപ്പോഴും 9ന്റെ പിടുത്തം കിടക്കുന്നുണ്ടാ? സോറി, മൊത്തം പാളിപ്പോയല്ലേ. എന്നാലും നല്ല കൗണ്ടറായിരുന്നു. 5000 ഇനി കൂടത്തില്ല. അല്ല, നിന്നെ ഇരുത്തിയേക്കുന്നത് സാധാരണ നീയാണല്ലോ എല്ലാം കളിച്ചു കയറ്റി ഗോൾഡൻ ബസർ വലിക്കണം. അപ്പൊ ചെറുപ്പത്തില്, എന്റെ ചെറുപ്പത്തില് ഞാൻ TV കാണുമ്പോഴും ഈ ഒരു TVയിലുണ്ടായിരുന്ന നമ്മള് ചെറുപ്പം തൊട്ട് അപ്പോഴേ അമ്മ പറയാം, എന്നാ TVയിലൊക്കെ ട്രൈ ചെയ്യണമെന്ന്. അവന്മാർ കട്ടുറുമ്പും കഴിഞ്ഞ് ബമ്പർച്ചിരി വന്ന് കുറെ ബമ്പർ അടിച്ച ശേഷം ഞാൻ ബമ്പർച്ചിരി പരിപാടി ശരി അറിയാതെ പോയതാ. കട്ടുറുമ്പിലോ? അറിയാതെ പോയി കിട്ടിയ ഓഡീഷന് പോയി ചുമ്മാ കിട്ടിയതാണോ? ഓഡീഷന് പോകാൻ വേണ്ടിയല്ല, ചുമ്മാ എറണാകുളം കറങ്ങാന്ന് വിചാരിച്ചു പോയതാ. വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നാണോ നിങ്ങള്? അല്ല, ചേച്ചിയും കൂടെ ഉണ്ട്. മൂത്ത ചേച്ചിയും വീട്ടിലെ അമ്മയും മൂത്ത ചേച്ചി ഇളയ ചേച്ചിയും കൂടെ വന്നായിരുന്നു. മൂത്ത ചേച്ചി പറഞ്ഞിട്ടാ ഈ പരിപാടിക്ക് വന്ന. വലിയ പിടുത്തമൊന്നുമില്ല, ചുമ്മാ കറങ്ങാന്ന് വിചാരിച്ചാ വന്നേ. കിട്ടത്തില്ല സ്ഥലത്തേക്ക്. എടാ, നീ ഒരു ബുക്കായിട്ട് പബ്ലിഷ് ഇല്ല, നിർത്തുക, വായിക്കാൻ കൊടുക്കും. പിന്നെ എങ്ങനെ സെലക്ട് ആയി. അവന് പറയാൻ കഥയെങ്കിലും ഉണ്ട്. നിനക്ക് എന്തെങ്കിലും? നീ ഒരു കഥയില്ലാത്തവനായിപ്പോയല്ലോ. ജീവിതത്തിൽ ഒരു കഥയില്ല. അങ്ങനെ നമുക്ക് ടീം പിടിക്കാം കേട്ടോ. നീ നീ ഒരു കെവിനാ. അപ്പൊ നീ ഞാനിപ്പോ അറിയാതെ കെവിൻ ടീമാ പിടിച്ചത്. അപ്പൊ ഞാൻ നമ്മളെ ഒന്നിച്ചാ പറഞ്ഞു. എനിക്കെന്ത് വിഷമം? എനിക്ക് കണ്ട എത്ര വയസ്സ് തോന്നിക്കും? പറ. ഇല്ല, പ്രായത്തിന്റെ അത്ര തോന്നിക്കത്തില്ല. അത് അറിഞ്ഞാൽ നമ്മൾ അതിലെ കാര്യം എത്ര ശരിക്കും ഉണ്ടെന്നുള്ളത് മുടിയൊന്ന് ഒതുക്കിയിട്ട് കഷണ്ടി
അങ്ങനെ ഒതുക്കിയ നര കാണൂടാ. മുടി കണ്ട ഒരു 21, ബോഡിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു 18. ഇനി എല്ലാം കൂട്ടി രണ്ടും കൂട്ടി 40. 40. നിനക്ക് കണക്കൂട്ട് അറിയാത്തന്നെ ഞാൻ തന്നെ കൂട്ടി പറഞ്ഞത്. ഒരക്ക സംഖ്യ ഞാൻ നിന്റെ ടീമാ മറന്നുപോയി. ഞാൻ എവിൻ, നീ കെവിൻ. അപ്പൊ ഞങ്ങള് ഡയഗണലിയാണ് ടീം. നിങ്ങളൊരു ടീം, ഞങ്ങളുടെ ടീം. നമുക്ക് അടിച്ചു തൂക്കണവന്മാരെ. ഇവിടെ തന്നെ വേണ്ട എന്നൊരിത് പറയുന്നത്. ഒരു ക്രോസ് ഒന്നുമില്ല ഇതിനകത്ത് തന്നെ. അങ്ങനെ നിന്റെ കഥ കംപ്ലീറ്റ് ചെയ്യാം. അവന്റെ കഥ പറയട്ടെ. അടിച്ച് നിന്റെ കട്ടുറുമ്പ് കഥ അവസാനത്തെ. അതല്ല ആദ്യം പറഞ്ഞത് കട്ടുറുമ്പ് കറങ്ങാൻ വേണ്ടി വന്നു. ഓഡീഷന് വേണ്ടിയല്ലേ വന്നേ? അല്ല, ഓഡീഷന് വേണ്ടിയിട്ടല്ല. അത് ചുമ്മാ TV-ൽ പരിപാടി കണ്ട് അതിന് ചുമ്മാ പോയേക്കാന്ന്. ഞങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഭയങ്കര നാണമുള്ള ടൈപ്പാണ് ഞങ്ങൾ രണ്ടുപേരും. അവന് നാണമൊന്നുമില്ല. ഇല്ല, നാണമില്ലാത്ത സ്വന്തം ടീമിനാണ് ഇട്ട് തരുവാണ്. സ്വന്തം ടീം അല്ല, വെളിയിൽ ഭയങ്കര ഷൈ ആയിരുന്നു. പൊതുവെ ഭയങ്കര ആരോടും മിണ്ടാതെ അറിയാം. എന്നെയൊക്കെ നമുക്ക് അറിയാതെ വീട്ടിൽ അത്യാവശ്യം അപ്പോൾ കിട്ടത്തില്ല എന്നറിയാം. പക്ഷെ ചുമ്മാ കറങ്ങി ഞങ്ങളധികം വെളിയിൽ കറങ്ങാനൊന്നും പോയിട്ടില്ല. അപ്പോൾ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ ട്വിൻസും കുറേ പിള്ളേരും എല്ലാം ഉണ്ട്. ഞങ്ങൾക്കന്ന് പേടിയൊന്നും, കാര്യം അതിനുള്ള ബുദ്ധി ഇല്ലായിരുന്നു. ഇപ്പോഴും ഇല്ല. അപ്പോൾ നേരെ കയറ്റി അവിടെ. പക്ഷേ ഞങ്ങളെ മാത്രമാണ് കയറ്റിയ, പേരൻസിനെ ഒന്നും കയറ്റില്ല. അപ്പോൾ കയറ്റി അവിടെ കുറച്ച് ആൾക്കാർ ഇതുപോലൊരു റൂമിൽ കുറച്ച് ആൾക്കാർ ഒരു ക്യാമറ ഇങ്ങനെ ഇരിക്കും. പേടിയായിപ്പോയി. നമ്മളാദ്യമായിട്ടാണല്ലോ. പേടിച്ചവർ പറഞ്ഞ് നിങ്ങൾ പേരനെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പാട്ട് പാടുമോ എല്ലാം ചോദിച്ചു. നിങ്ങൾ അടി ഉണ്ടാക്കുമെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞ അതുണ്ട്, ഇപ്പോഴുണ്ട്. അടി ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു. എങ്കിൽ തമ്മി ഉമ്മ കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ സമയത്ത് രണ്ടുപേരുടെ മൈൻഡ് ഇങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ചു തന്നെ ഫ്രഞ്ച് അടിച്ചു പോയി. അത് കണ്ടപ്പോൾ അവർക്ക് ഇവന്മാര് കൊള്ളാലോ, ഇവന്മാർക്ക് ഭാവിയുണ്ടല്ലോ എന്ന് വിചാരിച്ചെങ്കിൽ അതല്ല കേട്ടോ. ഇനി നമുക്ക് മാറിയിരിക്കാം. ടീം തിരിഞ്ഞിരിക്കണം, വേണ്ടല്ലോ ഇങ്ങനെ ഇരിക്കണം. നിങ്ങൾ ഇല്ലെങ്കിൽ കണ്ട് കുറെ വ്യത്യാസങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാൻ പറ്റും. തിരിഞ്ഞിരുന്നാൽ ചിലപ്പോൾ ഇപ്പൊ എല്ലാവർക്കും ചെറിയ ഡിഫറൻസ്. മുഖത്തിന് നല്ല മനസ്സിലാവും. ഞാൻ കെവിനാണോ എവിനാണോ ഡൗട്ട് മാത്രമേ ഉള്ളൂ. മുഖത്തിന് വ്യത്യാസമുണ്ട്. ഹൈറ്റ് വൈസും ഞങ്ങൾ ജനിച്ചു വീണപ്പോൾ സൈസ് വൈസ് മൊത്തത്തിൽ നിങ്ങൾ വ്യത്യാസമുണ്ട്. അതാ ഞാൻ പറഞ്ഞു, ഒരാൾ വലുതായിക്കൊണ്ടിരിക്കുക, ഒരാൾ ചെറുതായിക്കൊണ്ടിരിക്കുക. അങ്ങനെയല്ല, അവൻ കുറച്ച് കൂടുതൽ വലുതാ. അവൻ ഭക്ഷണം കൂടുതൽ വീട്ടിൽ കഴിക്കുന്നുണ്ടോ? ഇല്ല, കുറവാ. അതെന്നാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവൻ കുറവ് കഴിക്കും, ഞാൻ കൂടുതൽ കഴിക്കും. പക്ഷെ എനിക്ക് ഹൈറ്റ് ഒന്നും വെക്കുന്നില്ല. മനസ്സ് നന്നാവണമെന്ന് പറ. മനസ്സ് നന്നാവണമെന്ന് പറ. നിങ്ങൾ പ്രായമുള്ള ആൾക്കാരുടെ ഒരുമാതിരി പഴഞ്ചൊല്ലി കേട്ട് പറയുന്നത്. എന്നിട്ട് കട്ടുറുമ്പിൽ നിങ്ങൾ ഫ്രഞ്ച് കിസ് അടിച്ച് തുടങ്ങിയിട്ട് ഇപ്പൊ ബമ്പർച്ചിൽ അടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ പോകുന്നു? അല്ല, ഇവര് തമ്മിൽ ഭയങ്കര ഇപ്പൊ ബമ്പർച്ചിൽ ഞാൻ കഴിഞ്ഞ ഷെഡ്യൂൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇവനും വരുന്നുണ്ടോ, രണ്ടുപേരും മെച്യൂരിറ്റി ആയിട്ടോ. കാരണം ഈ അടുത്താണ് ഇവർ രണ്ടുപേരും 2 ഡ്രസ്സ് ഇടാൻ തുടങ്ങിയത്. നേരത്തെ ഒരേ ഡ്രസ്സൊക്കെ ആയിരുന്നു. അത് പിന്നെ ഇപ്പോഴേ ബോധം വന്ന ഇരട്ടകളെന്ന് പറയുമ്പോൾ ഒരേപോലെ തന്നെ ഇടണം. പിന്നെ എൻ്റെ കൂടെ ജനിച്ചു എൻ്റെ സഹോദരൻ. നിന്റെ കൂടെ ജനിച്ചെന്നോ? നിന്റെ കൂടെ ഒരുമിച്ച് വന്നു, നിന്റെ കൂടെ ജനിച്ചെന്നു. അങ്ങനല്ല, ഞാനെന്തോ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇപ്പോ നിന്റെ കൂടെ ജനിച്ചെന്ന്. അപ്പൊ എന്തിനാ അവനെ കൂടെ ജനിച്ചെന്ന് പറയാം. ഞാൻ ആദ്യമേ വന്ന എടാ നിന്റെ കഥ നീ ഉണ്ടാക്കിയപ്പോ ഞാൻ വല്ല പറയട്ടെ. ഇല്ല, പറഞ്ഞു തള്ളിക്കോട്ടെ. ഇൻഡിവിജ്വൽ ആണ്. അതാ, എനിക്ക് വേറൊരു സ്വഭാവം ഉണ്ട്, ഇവന് വേറൊരു സ്വഭാവം ഉണ്ട്. അപ്പൊ രണ്ടും കൂടെ ചേർന്ന് പോകണില്ല. ഇല്ല, അത് ശരിയാവില്ല. അപ്പൊ ബമ്പർച്ചിൽ ഇവരെ പറ്റി മെച്യൂരിറ്റി ഉണ്ടെന്ന്. അതായത് ഇപ്പൊ ഇവര് തമ്മിൽ വഴക്ക് കൂടുതലാണ്. എല്ലാവരും ഇവരുടെ കാര്യം അന്വേഷിക്കൂലും. പിന്നെ കണ്ടോ ഡ്രസ്സ് മാറി, ഇവരിപ്പോൾ ഒരുപോലല്ല. പിന്നെ ഇപ്പൊ സ്കിറ്റ് പ്രാക്ടീസിനിടയ്ക്ക് അടി ഉണ്ടാക്കുക, അത് ഈഗോ പ്രശ്നങ്ങൾ. ഇവരിൽ ആരാണ് മികച്ച ആർട്ടിസ്റ്റ് എന്നുള്ളൊരു മത്സരം അങ്ങനെ ഉണ്ടായ വിളിച്ചപ്പോഴേ പറഞ്ഞു അടി ഉണ്ടാക്കാനുള്ള എല്ലാ സാധനവും വഴുതി വീഴല്ലേ. പരിപാടിയുടെ പേരെന്താ? കഥയല്ലേ അതൊക്കെ സംഭവം. വർഷങ്ങളായിട്ട് പെൺകുട്ടികൾ ആണുങ്ങളെ നോക്കുന്ന 3 ക്വാളിറ്റീസ് ആണ്: മെച്യൂരിറ്റി, ഇന്റലിജൻസ്, ഹ്യൂമർ സെൻസ്. ഇതൊന്നിച്ചുള്ള ആണിനെ കിട്ടത്തില്ലെന്നാണ് പെണ്ണുങ്ങൾ എപ്പോഴും പറഞ്ഞത്. മെച്യൂരിറ്റിയും ഇന്റലിജൻസും ഹ്യൂമർ സെൻസും ഒന്നിച്ചുള്ള ആളുകൾ അല്ല. എനിക്കത് കണ്ടിട്ട് അനീസേട്ടനെ തോന്നുന്നു. ഇവൻ എന്റെ ടീമായിരുന്നു, നിന്റെ ടീമായിരുന്നു. ഇത് മാറിപ്പോകണം. അയ്യോ സോറി, അല്ല.
എന്ത് കണ്ടിട്ടാണ് അനീസിക്കെ പോലെ തോന്നിയെന്ന് പറഞ്ഞാൽ? അല്ല സാധനം ഈ മൂന്ന് സാധനം- ഇച്ചിരി പ്രായമാണല്ലോ മെച്ചൂരിറ്റി പ്രായമല്ല, നിങ്ങൾക്ക് അധികം പ്രായമില്ല, നിങ്ങൾക്ക് 17 വയസ്സല്ലേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് മെച്ചൂരിറ്റി വന്നിട്ട് മെച്ചൂരിറ്റിക്ക് പ്രായമായി കുറെ കാലമായി. മെച്ചൂരിറ്റി അറിയണം, ഒന്ന് പോടാ. എന്നിട്ട് പറ. അല്ല, മെച്ചൂരിറ്റിയും അത്യാവശ്യം ഹ്യൂമർ സെൻസും കാര്യങ്ങളും എല്ലാം, ഇന്റലിജൻസ് അല്ല അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒന്ന് ഇരിക്കുമായിരുന്നു. തിരിച്ചു അല്ല, അത് പറഞ്ഞിരുന്നു പ്രകടിപ്പിക്കാനുള്ള വേദി ഇതുവരെ കിട്ടിയിട്ടില്ല. മഹാദേവനോട് ചോദിച്ചാൽ മതി. ഇന്റലിജന്റ് ആയിട്ട് കരിക്കൽ നീക്കി മഹാദേവനെ എടുത്തിട്ട് അനീസിക്കയുടെ ഇന്റലിജൻസ് കണ്ടിട്ടുണ്ടോ? ഒന്നിനാണ് നീ പറയുന്ന പറഞ്ഞില്ല, 1-2 തവണ കണ്ടിട്ടുണ്ട്. കുഴപ്പമില്ല, തിരക്കേടില്ല. നമ്മുടെ മറ്റേ വമ്പർച്ചില്ലാത്ത ഒരു സ്കിറ്റിനകത്ത് ഈയിടെ കണ്ടുപോലെ മറ്റേ മേളത്തെ വെള്ളച്ചാട്ടത്തിനോട് കൂട്ടുകാരോട് കുളിക്കാൻ വന്നിട്ടുണ്ടോ? ഇല്ല. അത് തന്നെ എന്റെ ജിങ്കാനെ കണ്ടിട്ടുണ്ട്. മേളത്തെ വെള്ളച്ചാട്ടത്തിനോട് കുളിക്കാൻ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കണ്ടിട്ടില്ല. അതുപോലെ അത് ജോണിനൊരു ഫേമസ്, ഇങ്ങനെ ഡബിൾ മീനിങ്ങിലുള്ള ജോണിന്റെ ഫേമസ് ആയിട്ടുള്ള സാധനമാണ്. 4ാം ക്ലാസ് അന്ന് കിങ്ങിണി ചെറുതാ, അനിയത്തെ പറ്റി പറയുന്ന സാധനമുണ്ട്. ആ കിങ്ങിണി അല്ലെങ്കിൽ നല്ല കിങ്ങിണി ചെറുതായിരിക്കും എന്ന് പറയുന്ന മനോജ് വരം ചോദിച്ചാണ്ട് നേരത്തെ മറ്റേ തൊളയുള്ളത് കെവിൻ എന്ന് പറഞ്ഞപ്പോഴാണ്. മറ്റേ വേറൊരു ഫ്ലവേഴ്സിൽ ഒരു സ്കിറ്റിനകത്ത് ഒരു സാധനമുണ്ട് മറ്റേ, അത് ജോൺജ് എപ്പോഴും പറഞ്ഞു തൊളയുള്ളത് പോള്, തൊളയില്ലാത്തത് ഡോള്. ഡോക്ടറിന്റെ കള്ളന്മാര് കയറി ഡോക്ടർ ആവുന്ന സ്കിറ്റ്. നിങ്ങൾ വേറെ ബാക്കിയുള്ള സ്കിറ്റ് കാണാറുണ്ടോ? ബമ്പർച്ചിരി എല്ലാം ഫുള്ളായിട്ട് അങ്ങനെ കാണാറില്ല. നിങ്ങൾ ബമ്പർച്ചിരി റെഗുലർ വ്യൂ ചെയ്യുന്നവരാണ്. ഇത് അവിടെ കണ്ട കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ എപ്പോഴും അല്ലയോ പണ്ട് കാണുമായിരുന്നു. എല്ലാ എപ്പിസോഡും കാണുക. ഇപ്പൊ കുറഞ്ഞു TV. അല്ല, അത് പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല. ഇഷ്ടമല്ല, നമ്മളിപ്പോ ഈ ഫോണൊക്കെ വന്നോണ്ട് അതിലോട്ടങ്ങ് അങ്ങനെ. അതിലെന്താ നിങ്ങൾ കാണുന്നത് അപ്പം? ആൾക്കാർക്ക് ശരിക്കും ഫോൺ നമ്മൾ നല്ല പിള്ളേരെ ഉണ്ട്, നല്ല മൈൻഡാ. അപ്പൊ നമ്മള് ഇപ്പൊ ഞങ്ങള് ശരിക്കും ബാക്കിയുള്ളവരെ പോലെ ഓവറായിട്ട് ഫോൺ കാണണം ആ ഒരു ഇതിനല്ല, വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഫോൺ ശരിക്കും ഫോൺ വാങ്ങിച്ച് ഞങ്ങള് ഒരു വീഡിയോ കണ്ടന്റ് ക്രിയേറ്റർ ആവാൻ വേണ്ടിയാണ്. ആകാൻ വേണ്ടിയില്ല, നമ്മള് വീഡിയോ എടുത്തു കഴിയാ. പക്ഷെ ഇപ്പൊ അങ്ങോട്ടല്ല പോകുന്നത്. നീ ഈ റിൻഷാദ് ഉണ്ട് കേട്ടോ, ബിറ്റോക്സിന്റെ പ്രേക്ഷകർ അറിയാൻ വേണ്ടി. റിൻഷാദ് എങ്ങോട്ടാ പോകുന്നത്? ഇതൊരു ബോക്സോ കേസിലേക്കാ പോകുന്നത്. പിള്ളേർക്ക് 2 പേർക്കും 18 ആയിട്ടില്ല. ഇതെന്ത് പറഞ്ഞാലും ഇവിടെ ബോക്സോ കേസ് വരുമെന്ന്. അല്ല, 1 വർഷം കഴിഞ്ഞിട്ടാ മതി. അപ്പൊ നിങ്ങളുടെ 18 ആവാറായോ? ഡേറ്റ് എന്നാണ്? ഡേറ്റ് ഓഫ് ബർത്ത് അടുത്ത വർഷം ഏപ്രിൽ. അത്രയും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന്. ഇതിട്ടിട്ട് വേണം ഞങ്ങൾക്കൊന്ന് രക്ഷപ്പെടാൻ. മനോരമയുടെ ബമ്പർച്ചിരി കാണുന്നത് രാത്രി കഴിക്കാൻ വന്നിരിക്കുമ്പോ കാണും, ഉണ്ടെങ്കിൽ. അതായത് അല്ല, പണ്ട് റെഗുലർ ആയിട്ട് കാണുമായിരുന്നു. പിന്നെ പഠിക്കാൻ ഒത്തിരി മഹാദേവൻ ചേട്ടൻ ഇപ്പൊ ഇരുന്ന് കാണുമോ? ഇല്ല, അത് അവൻ പണ്ടും കാണത്തില്ല, നിനക്കറിയാം. അവന്റെ എപ്പിസോഡ് ജോൺ ഞങ്ങളുടെ എപ്പിസോഡ് ഞങ്ങൾ കാണാറില്ല. അത് എല്ലാവർക്കും ഉണ്ടല്ലേ. എനിക്കാ പ്രശ്നമില്ല, ഞാൻ എല്ലാവരുടെ എപ്പിസോഡ് കാണുമായിരുന്നു പണ്ട് തൊട്ട്. ഇവന്മാർ രണ്ടുപേരും അന്നും ഇവരുടെ എപ്പിസോഡും കാണത്തില്ല, ബാക്കിയുള്ളവരുടെയും കാണത്തില്ല. എനിക്കൊരു ചമ്മലിപ്പോ, ചമ്മലല്ല, പണ്ടിരുന്ന് കാണുമായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾ അത്ര നന്നായി പെർഫോം ചെയ്യുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ടല്ലേ ഒരുമാതിരി നമ്മൾ തന്നെ മെച്യൂരിറ്റി ഹിറ്റ് അടിക്കുന്നതിന്റെ നമ്മളെ ഈ സ്കിറ്റൊക്കെ ഭയങ്കര ബോർ പരിപാടിയാണ്. അല്ല, അതല്ല, നമുക്ക് നമ്മളെ തന്നെ ഈ ഇവർക്ക് തന്നെ ഇത് കാണുമ്പോൾ ഇത് കേരള ഇവന്മാർക്കൊക്കെ വേറെ വല്ല പണിയെടുത്തൂടെ, ഞാൻ തന്നെയാണോ ഇത് ചെയ്തത്, അങ്ങനെ ഒരു ഇത് വരും. കാണും കേട്ടോ, സ്കിറ്റ് കളിക്കും, യൂട്യൂബിലൊക്കെ വരുമ്പോ TV കാണും. പക്ഷെ ചില സ്കിറ്റൊക്കെ നമുക്കൊരു ഇതുപോലെ നിങ്ങളുടെ തന്നെയാണോ? അല്ല, അങ്ങനല്ല, പ്രശ്നമില്ല. നമ്മുടെ ഈ ഒരു പ്രായക്കാരാണല്ലോ, അയ്യോ മുടി കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല, ഈ ഒരു ടീനേജ് പ്രായം, എനിക്ക് വയ്യ കാണാൻ, എനിക്ക് അറപ്പ, ഞാൻ ചെയ്തത് തന്നെ കാണാൻ എനിക്ക് എന്തോ പോലെ ആ ഒരു ഇത്. അല്ലാതെ സ്കിറ്റിനോടുള്ള അറപ്പല്ല. അല്ലാതെ യൂട്യൂബിൽ നിങ്ങളുടെ കണ്ടന്റ് ക്രിയേറ്റർ തമാശ കാണും, നിങ്ങൾ ആരുടെ ഏറ്റവും കൂടുതൽ കാണുന്നത്, ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമാശ കാണുന്നതല്ലേ? നിങ്ങളെല്ലാവരും ചിരിപ്പിക്കുന്നവരോ? നിങ്ങൾ ആരുടെ തമാശ കണ്ട നിങ്ങൾ ചിരിക്കുന്നത്? ഓ, അങ്ങോട്ടാണ് പറയാ. ഞാൻ ഇങ്ങനെ പറയല്ലേ, ഞാൻ ഇങ്ങനെ നിങ്ങളാണല്ലോ ഒരു ടീം, അവനാ നിന്റെ പേര് പറയേണ്ടത്. നീ മഹാദേവൻ ഏത് സ്റ്റാൻഡപ്പ് കണ്ടിട്ടുണ്ടോ? ഇതേതാ പുള്ളി, ഇതേതാ? കാണാറുണ്ടോ? കുറച്ച് നാളായി. ഞാൻ എല്ലാ കണ്ടന്റും പറഞ്ഞു കേൾപ്പിക്കാറ്. ആണോ? അവിടെ ഷൂട്ടിന് ചിരിക്കാറുണ്ടോ? പിന്നെ
പണ്ട് ബമ്പർച്ചിരി ഞാൻ പോകുമ്പോൾ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ എൻ്റെ അടുത്ത് ഈ പുതിയ തുണ്ടെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറയും. ഞാൻ ഈ അഡൽസുള്ളിയാ പറയുന്നത് ധാരണയുണ്ടല്ലോ. അപ്പോൾ ആൾക്കാർ വന്നിരിക്കും ഞാൻ ഇത്തവണ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇവന്മാർ സൈഡിൽ കൂടെ വരും ഇങ്ങനെ. അന്ന് ഇവന്മാർ കുഞ്ഞാ, അമ്മമാർക്ക് ഞാൻ പറഞ്ഞ തമാശ മനസ്സിലാവത്തില്ല. ഓക്കെ ആയിട്ട് അവന്മാരെന്നിട്ട് അത് കേട്ടിട്ട് നടന്നപ്പോഴത്തേക്ക് ഈ അനീസൊക്കെ എന്തല്ലേ ഇങ്ങനെ പറഞ്ഞിരുന്നത് കുറച്ചുകൂടെ കുമ്മായിരുന്നേനെ. അല്ല ഞാനിങ്ങനെ എപ്പിസോഡിന് കയറുന്നതിന് മുന്നേ ഇവരുടെ അടുക്ക എന്ന് വെച്ചാൽ നമ്മുടെ ഷൂട്ടിന് കയറാൻ നിൽക്കുന്ന സമയത്ത് ഇവരവിടെ കാണുമല്ലോ എന്തായാലും. അന്ന് ഞാൻ ഇവരോട് കണ്ടന്റ് പറഞ്ഞിട്ടാണ് കയറാറ്. അപ്പം ഭയങ്കര ഒരു ഇവരോട് പറയുമ്പോൾ ഞാൻ കുറച്ച് കയറുന്നതിന് മുമ്പായിരിക്കും നമ്മളെ അവിടെ കാണുന്നത്. തൊട്ട് പിന്നെ എല്ലാ എപ്പിസോഡിലും ഞങ്ങൾ അവിടെ കാണും. എല്ലാ എപ്പിസോഡിലും പറയാന്ന് പറഞ്ഞു. എന്നിട്ട് ദേവൻ തമാശ പറയുമ്പോൾ നിങ്ങൾക്ക് ചിരി വരാറുണ്ടോ? അല്ല വരാറുണ്ട്. നിങ്ങൾ സ്റ്റാൻഡപ്പ് കോമഡി കാണാറുണ്ടോ? ജോൺ ജോടെ മഹാദേവനെ കണ്ടിട്ടുണ്ടോ? ശരിക്കും സ്കിറ്റ് ആണോ നല്ലത്, സ്റ്റാൻഡപ്പ് കോമഡി ആണോ നല്ലത്? അങ്ങനെ പറയണോ? അവസാനം ഹാസ്യമല്ലേ? അല്ല, സ്കിറ്റ് സ്റ്റാൻഡപ്പ് ആണ് നല്ലത്. പൈസ ഒരു ഏതാ രണ്ട് പോയിന്റുകൾ നിങ്ങൾ പറഞ്ഞത്. അവൻ പറഞ്ഞത് അതിന്റെ ആ ഇമോഷണൽ വശം, അവൻ പറഞ്ഞ ലോജിക്കൽ വശം. എല്ലാം ഹാസ്യമാണെന്നുള്ളത്. പ്രശ്നമില്ല, ഞങ്ങൾ ഒരു വീട്ടിലേക്ക് ആവുന്ന എന്തായാലും നിങ്ങൾക്ക് കിട്ടത്തില്ല അല്ലേ? ഇതിന്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഒരാള് ഇൻഡിവിജ്വലി എമൗണ്ട് അല്ല ഞാൻ പറഞ്ഞു, എമൗണ്ടിന്റെ കാര്യം അല്ലാതെ അതായത് നിങ്ങൾ തമ്മിൽ ചെയ്യുമ്പോൾ ഇതാകുമ്പോ ഒറ്റൊരു ആള് ക്രെഡിറ്റ് മൊത്തം ഇവിടെ കിടക്കും. സ്റ്റാൻഡപ്പിന് സ്കിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം കിടപ്പുണ്ട്. കെവിൻ നല്ലതായിരുന്നു കേട്ടോ. കെവിൻ അടുത്ത പ്രാവശ്യം അങ്ങനെ പറയാറുണ്ടല്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞു സ്കിറ്റ് ആവുമ്പോ പറയും. അത് ശരിക്കും ഭയങ്കര ഒരു പ്രശ്നമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം വിചാരിച്ചായിരുന്നു സ്കിറ്റിൽ എപ്പോഴും അവിടുത്തെ ഫോർമാറ്റിലാണെങ്കിൽ എപ്പോഴും ആ രണ്ടുപേരുടെ ഗ്രൂപ്പിൽ ഒരാൾ ഭയങ്കര കിടിലായിരിക്കും. അത് ചിലപ്പോ കൗണ്ടർ ഷെയർ ചെയ്തെടുക്കുന്നതിന്റെ ആയിരിക്കും. മിക്കവാറും ഒരാളായിരിക്കും അടിക്കുന്നത്. ഇപ്പൊ രണ്ടുപേരും തമ്മിൽ അടിക്കുന്നവരുടെ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും തമാശ പലപ്പോഴും വർക്ക് ആകത്തില്ല. ആ ഒരു ക്യാരക്ടറിനെ താത്ത് എഴുതിയാലല്ല ഉള്ളൂ, അങ്ങനെ ആയിരിക്കും ബാലൻസ് ആക്കാൻ. അങ്ങനെ വേണം. ഞാൻ പറഞ്ഞ ബാക്കി കുറെ ടീമിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിലൊരാള് എപ്പോഴും നമുക്കിങ്ങനെ ആ ടീമിനെ പറയുമ്പോ ഇങ്ങനെ അതിൽ മറ്റേ ആളാണ് ശരിക്കും പറഞ്ഞ ഈ കൗണ്ടർ പറയാത്ത ആളാണ് നല്ലൊരു ഇതെന്ന് പറയുന്നത്. കാര്യം അവർക്ക് ഇട്ട് കൊടുക്കണം, സപ്പോർട്ട് ചെയ്യണം. മറ്റേക്ക് കൗണ്ടർ അടിച്ചോണ്ടിരുന്നാ മതി, ഇയാളാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അത് കെവിനാ ഈ ഗ്രൂപ്പില്. അതാ കെവിൻ പറഞ്ഞു മറ്റേക്ക് ഡയലോഗ് മാത്രം പറഞ്ഞാൽ നമ്മളിത് ഇട്ട് കൊടുക്കണം. അല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആക്ച്വലി നിങ്ങളുടെ കേസിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാൾ ബെറ്റർ ആണെന്നുള്ളത്. ഇടയ്ക്ക് മാറി മാറി പറയാറുണ്ടല്ലോ. ഞാൻ അവിടുത്തെ രണ്ടുപേര് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ക്ലോസ് ആയില്ല, ഇനി അടിയാ ഉണ്ടാക്കുന്നത്. അതിനുള്ള സാധനം നമ്മൾ വേറെ ഇട്ടിട്ടുണ്ട്, അടുത്ത് വരും. സ്കൂള് പ്രണയമൊക്കെ വരുമ്പോഴത്തേക്ക് എന്തായാലും അടിയാവുമല്ലോ. എനിക്ക് തോന്നുന്നു ബമ്പർച്ചിരി കൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരിച്ചറിഞ്ഞ രണ്ടുപേരും നിങ്ങളാണെന്ന് തോന്നുന്നു. തിരിച്ചറിയാത്ത ഞങ്ങളെങ്ങനെ തിരിച്ചറിയുന്നത്? എടാ അങ്ങനെയല്ല, പിന്നെ എടാ അതല്ലടാ ഒരു കാര്യം പറയട്ടാ. കാര്യം പറയുമ്പോ അല്ല ശരിക്കും എനിക്ക് ബമ്പർച്ചിരി കൊണ്ട് ഏറ്റവും കൂടുതൽ ഭയങ്കര എനിക്ക് എവിടെ നമ്മൾ പറഞ്ഞ ബമ്പർച്ചിരി ആയതുകൊണ്ട് ആൾക്കാർ നമ്മളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കാൻ പറയുന്നത് നിങ്ങളെ. എനിക്കൊന്ന് അവിടെ ഏറ്റവും കൂടുതൽ സ്കിറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളായിരിക്കുമോ? കാരണം 2 സീസണിലും കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്ന ഒരു ടീം നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങള് വേറെ ആരും ഇല്ലല്ലോ. ശ്രീജിത്ത് ശിവപ്രസാദ്. പക്ഷെ അപ്പോഴും പ്രശ്നമുണ്ട്, അവര് പേര് സ്പ്ലിറ്റ് ആയിട്ട് പോയി സെക്കൻഡ്. ഒത്തിരി സ്കിറ്റ് കളിക്കുന്നുണ്ട് നമ്മളെക്കാളും, നിങ്ങളെക്കാൾ കൂടുതൽ അവർ കളിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പേര് വെച്ച് നോക്കുവാണെങ്കിൽ തുടക്കം തൊട്ട് ഇതുവരെ ഏറ്റവും കൂടുതൽ ജോഡി എവിൻ കെവിൻ ജോഡി ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്കിറ്റ് അവിടെ ചെയ്തിട്ടുണ്ടാവും ബമ്പർച്ചിരി. അത് കൺഫേം ആണല്ലോ. കാരണം ബാക്കി എല്ലാവരും ജോഡി പേര് മാറി ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ പേര് ഫസ്റ്റ് സീസണിൽ ഉണ്ടായിരുന്നു, കുറെ പേര് സെക്കൻഡ് സീസണിൽ. അപ്പൊ 2 സീസണിലും ഉള്ളവരും കുറവായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു സീസൺ മാറിയപ്പോൾ വേറെ ചാനലൊന്നും പോകാതിരുന്നത്? മനോരമയാണ് എന്തോ ബെറ്റർ. വേറെ വിളി വന്നാലും മനോരമ അത് എന്തോ തോന്നി. വേറെ ചാനലിൽ പോയാലും കംഫർട്ട് ആൻഡ് കൺവീനിയന്റ് ആയിട്ട് മനോരമ തന്നെയാണ്. ഇവിടെ ഭയങ്കര കംഫർട്ടബിൾ അല്ലേ? ഞാനത് ഇടയ്ക്ക് വിചാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇവരൊക്കെ നീ വേറെ പരിപാടി ചെയ്തിട്ടുണ്ടോ എനിക്കറിയാം. ഞാൻ ആകെ മനോരമ മാത്രമേ പോയുള്ളൂ. ഞാൻ വേറെ TV പരിപാടി ചെയ്തിട്ടില്ല. എനിക്ക് മനോരമ മാത്രമേ അറിയത്തുള്ളൂ. അമൃതയിലും ചെയ്തിട്ടുണ്ട്. പുള്ളിക്കറിയാം അമൃത. പക്ഷെ അമൃതയും പോട്ടെ, മനോരമ, ദൂരദർശൻ റേഞ്ച്. നിങ്ങള് പ്രശ്നമില്ല, ബ്രേക്ക് ചെയ്തത്. ഇനി ടീമൊന്നുമില്ല, ഇനി വരുന്നിടത്ത് വലിച്ചിട്ട് അടിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങളുടെ
ഫ്ലവേഴ്സ്, ബമ്പർച്ചിരി. ഞാൻ ചോദിക്കട്ടെ, ഇതൊരു സി കേരളത്തില് ഞങ്ങള് 7-ൽ എന്തോ പഠിച്ചു, 7 കട്ട്റുമ്പ് ഫ്ലവേഴ്സിൽ തീർന്നപ്പോഴത്തേക്ക് 1 വർഷം കഴിഞ്ഞ് അടുത്തത് സി കേരളയിൽ വിളിച്ച്. അത് നമ്മുടെ ഈ കട്ട്റുമ്പ് ചെയ്ത ടീമിലെ ഗ്രൂമേഴ്സും അവിടുത്തെ പുറകിൽ പരിപാടിയല്ല, വേറെ ടൈപ്പാ. ഗ്രൂമേഴ്സ് എല്ലാം അത് പറഞ്ഞ പരിപാടി. കട്ട്റുമ്പിലെ ഗ്രൂമേഴ്സ് തന്നെയാണ് സിയിലും ചെയ്തത്. അപ്പൊ അവർക്ക് വിളിക്കാൻ എളുപ്പമുണ്ട്. അവര് തന്നെയായിരുന്നു ബമ്പർച്ചിരിയിലെ തുടക്കത്തിലുണ്ടായിരുന്നത്. അവരാണ് നമ്മളെ ആദ്യമേ വിളിച്ചു പറഞ്ഞു ഇതുപോലെ ഉണ്ട് വരുന്നത്. സുധീഷ് ചേട്ടനൊക്കെ ആയിരുന്നോ? അല്ല, രാഹുൽ മഠത്തിൽ, സുനിൽ വാളത്തുങ്കൽ. നീ എന്ത് ചോദിക്കാൻ വന്നത്? കണക്ഷൻ പോയോ? ഞാൻ നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്നത്? മറവിയോ? അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ, എന്തായാലും പറഞ്ഞ് ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം പിന്നെ കിട്ടൂല. അതാ ഞാനിപ്പോ ഭയങ്കരമായിട്ട് മറവി, എന്താന്ന് അറിയത്തില്ല, ഭയങ്കര മറവി ഉണ്ട് എനിക്ക്. പ്രായമാകുന്നതിന്റെ എന്തോ കണ്ടന്റ് മറന്നു പോകാറില്ലേ സ്റ്റേജ് വെച്ച്? അയ്യോ, ഇന്നത്തെ കൂടെ മറന്നുണ്ട്. ഞാൻ സ്കിറ്റ് 3 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ക്ലൈമാക്സ് അടിക്കാൻ പോയി. ക്ലൈമാക്സ് എടുത്ത് ചാടുന്ന ഇവൻ, മറ്റേ ബഞ്ചി ജമ്പിങ് ലാസ്റ്റ് ഞാൻ താഴോട്ടെടുത്ത് ചാടുന്ന ഇവൻ നേരെ ചാടാൻ വേണ്ടിട്ട് പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവൻ ചാടും. അപ്പൊ ഞാൻ പിടിച്ചു മാറ്റിയിട്ട് കണക്ഷൻ ഒന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ടും ഇവൻ പറയുന്നില്ല ബെൽറ്റ് ഒക്കെ താഴെ, ഞാൻ ചാടാൻ പോട്ടെ. എനിക്ക് സ്ക്രിപ്റ്റ് ഓർമ്മയില്ല, ഞാൻ ചാടാൻ പോട്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇത് കയ്യിൽ നിൽക്കില്ല കാര്യം, എന്റെ കയ്യിൽ നിന്നാ പോയെന്ന് കാര്യം. ഇവൻ ഇങ്ങനെ ഒരു പിടി ഇങ്ങനെ, ഞാൻ പിന്നെ മുറുക്കി പിടിച്ച് വലിച്ച് ദേഷ്യം എല്ലാം കൂടെ പിടിച്ച് എന്നിട്ട് ചെവി കയറി ഞാൻ പറഞ്ഞു കൊടുത്ത് കേൾക്കാൻ അവർക്ക്. എന്നാലും ഞാൻ ലേശം ഒന്ന് പതുക്കെ വെച്ചിട്ട് പറഞ്ഞു. പക്ഷെ ആ കൗണ്ടർ പോയി. അതെന്താണേലും പോകുന്ന എനിക്ക് മനസ്സിലായി, ഇല്ലെങ്കിൽ മൊത്തം അങ്ങ് പോയാൽ. അവിടെ ശരിക്കും ഇവിടുത്തെ ഏറ്റവും റിസ്ക് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പൊ വിലാസിനി കേരളം സ്കിറ്റ് കളിച്ച് കാണിക്കുമ്പോൾ നമ്മൾ ഈ കയറാൻ നിൽക്കുമ്പോഴാണ് നമ്മളിങ്ങനെ വിചാരിക്കും സ്കിറ്റാണ് ഒരാളോടുണ്ടല്ലോ ഷെയർ ചെയ്യാൻ, അവര് തരുന്ന സാധനത്തിന് പകുതി ഓർത്താൽ മതിയില്ലെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഈ രണ്ടുപേരും തമ്മിലുള്ള സിങ്ക് ആണല്ലോ. നമ്മുടെ അടുത്ത് പെയർ ചെയ്യുന്ന ആളെ ഒരു 50% നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. സഹോദരനാണെന്നല്ലായിരിക്കും പറഞ്ഞാലും, ഇവനെന്റെ സഹോദരനാണെന്ന് പറഞ്ഞാലും ഇവന്റെ മൈൻഡിൽ കൂടെ എന്താ പോകുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. ആ സമയമൊക്കെ തന്നെ നല്ല കാര്യങ്ങളൊക്കെ ആ സമയം സ്കിറ്റില് എന്താ പറയുന്നത്. പക്ഷെ അവനാണല്ലോ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് സ്കിറ്റ്. എന്നിട്ട് എന്നാണ് ഇതുവരെയുള്ള ഇതില് പറഞ്ഞേക്കണത് കെവിൻ അല്ലേ? നീ തന്നെ സമ്മതിച്ചത് ഇങ്ങനെ കാണിച്ച ചുമ്മാ കാണിച്ച രണ്ടുപേരും ഉണ്ട്. എന്നാലും ഒരു പൊടിക്ക് കെവിനാ കൂടുതൽ കൺട്രോൾ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അവനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൗണ്ടർ പറയുമ്പോ ഇച്ചിരി മീറ്ററും കാര്യങ്ങളും എല്ലാം ഉള്ള അവൻ എന്നെക്കാളും. എന്റെ സഹോദരൻ തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് ഇവനെ പേഴ്സൺ അല്ല കാര്യം പറയാം. പിന്നെ ഞങ്ങള് കണ്ടന്റ് ചെയ്യുമ്പോഴായാലും ഇവനെ കണ്ടന്റ് അല്ല ചിന്തിക്കുന്ന എഡിറ്റ് ഫുള്ള് ഇവനെ എഡിറ്റ്, ക്യാമറ ആംഗിള് കാര്യങ്ങളും എല്ലാം വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അതെപ്പോ പറയാ. അല്ല അങ്ങനെ കണ്ടന്റ് അങ്ങനല്ല. നമ്മളെന്തേലും രാത്രി കിടക്കുന്ന സമയത്തായിരിക്കും ഞാൻ ഇത് ആലോചിക്കുന്നത്. അത് ആലോചിച്ചുകൊണ്ടായിരിക്കും കിടന്നുറങ്ങുന്നത്. ഒരു 3-4 സാധനം തലേ വന്ന് കയറും. ആ കണ്ടന്റും പിന്നെ ഇതിലല്ല കണ്ടന്റ് റിലേറ്റബിൾ സാധനം ചെയ്താലേ കുറച്ചുകൂടെ അപ്പൊ കണ്ടന്റ് ഇങ്ങനെ ആലോചിക്കും. അത് കഴിഞ്ഞിട്ട് അതിലുള്ള കുറച്ച് കൗണ്ടർ കാര്യങ്ങളൊക്കെ ആലോചിക്കും. ഫുള്ളൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല. അങ്ങനെ ആലോചിക്കും. പിന്നെ ഇവൻ്റെ അടുത്ത് എന്ന് പറയും, പിന്നെ അടിയാവും. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും യോജിപ്പിച്ചിട്ട് ചെയ്യാന്ന് പറയും. ചെയ്യുന്നതിൻ്റെ ഇടയിലായിരിക്കും ഓരോ സാധനങ്ങൾ ബിൽഡ് ചെയ്തോണ്ട് വരുന്നത്. അപ്പോഴേ 2-3 സാധനങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെ വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ഫോൺ എടുത്ത് വെക്കുക. പറഞ്ഞ വലിയ സെറ്റപ്പും കാര്യങ്ങളും പിന്നെ വലിയ സെറ്റപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. ഇതുപോലൊക്കെ തന്നെയാണ് നമ്മള് കണ്ടന്റ് അത് ഇടയ്ക്കിടയ്ക്ക് ഇടാൻ. ഇവന്മാർ രണ്ടുപേരും ബമ്പർച്ചിരി വരുന്നേ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നോ? ഇല്ല, ബമ്പർച്ചിരി കഴിഞ്ഞിട്ടാ തുടങ്ങിയത്. ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം എന്നാന്ന് അറിഞ്ഞുകൂടായിരുന്നു. അവിടെ വന്നതിന് ശേഷമാണ് എവിൻ കെവിൻ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് തുടങ്ങി. ഇപ്പൊ സെപ്പറേറ്റ് അത് പിന്നെ ഇൻഡിവിജ്വൽ എനിക്ക് എന്റെ അക്കൗണ്ട്. ആ ഗ്രൂപ്പ് അക്കൗണ്ട് ആരാ ഹാൻഡിൽ ചെയ്യുന്നത്? എവിൻ കെവിൻ. ഞങ്ങൾ രണ്ടുപേരും എന്റേലും ഉണ്ട്, ഇവന്റേലും ഉണ്ട്. പക്ഷെ നോക്കുന്നതും കാര്യങ്ങളും അല്ല. ഞാൻ ഇൻഡിവിജ്വൽ അക്കൗണ്ട് 2 പേർക്ക് ഫോണിൽ വേറെ വേറെ ഉണ്ട്. അതുണ്ട്. അതിനകത്ത് ഫോളോവേഴ്സ് ആർക്കാ കൂടുതൽ? അത് പിടിക്കാം. എത്ര ഉണ്ട് ഫോളോവേഴ്സ്? 1,00,000. എത്ര കെവിനോ? 80K. 20,000 പേർക്ക് നിന്നെ ഇഷ്ടമല്ല. എന്തിനാ അങ്ങനെ പറയുന്നത്? 80,000 പേരെ ഈ റൂമിൽ നമുക്ക് നിർത്താൻ പറ്റുമോ? ഇല്ല. പക്ഷെ 1,00,000
എന്തുകൊണ്ടായിരിക്കും എബിനോട് ഒരു 20,000 പേർക്ക് കൂടുതൽ ഇഷ്ടം തോന്നാൻ കാര്യം എന്താ? ഞാൻ ഇവന് കുറച്ചുകൂടെ ഇത് ആക്റ്റീവാണ് ഇൻസ്റ്റാഗ്രാമിൽ, ഞാൻ അത്ര ഇതല്ല. ഇത് റീച്ച് ഇല്ലാത്ത എല്ലാരും പറയണതാ വേറെ. ഞാൻ വലിയ ഇതൊന്നും ഇടാറില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാം തന്നെ എടുക്കുന്ന ഇതുപോലെ റീൽ ഇടാൻ വേണ്ടിട്ട് മാത്രമാണ്. അല്ല ഫോട്ടോസും അധികം ഞാനാ ഇടുന്നത്. ഇവനാ കൂടുതൽ ഞാൻ ഒത്തിരി അല്ല, ഇവനെ വെച്ച് ഞാൻ അത്ര ഇട്ടിട്ട് നിങ്ങൾ ഒരുമിച്ചുള്ള എന്റെ ലാസ്റ്റ് ഇട്ട അല്ല, ഫോട്ടോ എന്റെ തന്നെ ഫോട്ടോ. എന്നാ മെയ് 1-ാം തീയതി. അതിന് ശേഷം ഞാൻ ഇട്ടിട്ടില്ല. അത് അത് ഓർത്തിരിക്കാൻ കാര്യം തൊഴിലാളി ദിനം പണിമുടക്കല്ലേ, അന്ന് ജോലി ചെയ്തില്ല, അതുകൊണ്ട് ഇന്ന് അവധി എന്ന് പറഞ്ഞൊരു പോസ്റ്റല്ലേ. അല്ല അത് മേളിൽ വന്ന് കിടക്കുമല്ലേ, അത് നോക്കിയാ ഞാൻ പെട്ടെന്ന് നോക്കി ഇത് എത്ര നാളെ ഇങ്ങനത്തെ കാര്യമില്ല, ഭയങ്കര ഓർമ്മയാണ്. കാരണം പുള്ളിയുടെ തലയിൽ അത് വല്ലാതെ ഓടുന്നുണ്ട്. എനിക്ക് 80K ഉള്ളു, അവന് 103 ഉണ്ട്. എന്റെ പോസ്റ്റ് ലാസ്റ്റ് മെയ് 1-നാണ്. ഇത് കണ്ടിട്ടാണേലും ആരെങ്കിലും ഒന്ന് ഫോളോ ചെയ്യും. ഈ പരിപാടി ഇറങ്ങുമ്പോഴത്തേക്കുണ്ടല്ലോ ഞങ്ങളുടെ മുഴുവൻ ഫോളോവേഴ്സും വന്നാലും നീ അവൻ്റെ അടുത്ത് എത്തില്ല. കാരണം ഞങ്ങൾക്ക് അത്രയും ഫോളോവേഴ്സ് ഇല്ല. പിന്നെ നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടി ആയത് 2 ഞാൻ ഇവരോട് പറഞ്ഞത്. കാരണം നിങ്ങൾ ഇരട്ടകളായതുകൊണ്ട് ഇരട്ടകളുടെ വേഷം വന്നാൽ ഒരുമിച്ച് വിളിക്കും. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് സിനിമ ഒരു ക്യാരക്ടർ വന്നാൽ ആരെ വിളിക്കും? അല്ല, സിനിമ മേഖല എന്ന് പറഞ്ഞാൽ ഫുൾ ഈ ഇരട്ടകൾ എന്നുള്ള പരിപാടി അല്ലല്ലോ കൂടുതലും. അല്ല, ഒറ്റൊരാള് നായകൻ തന്നെ ഒറ്റൊരാൾ. ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രാധാന്യം കിട്ടും. നമ്മളിപ്പോ ഒരുമിച്ച് നിൽക്കുന്നതിനേക്കാളും അല്ലേ. അത് എനിക്കിട്ടെന്ന് അല്ല, നിങ്ങളിപ്പോ ഒരുമിച്ച് നിൽക്കുന്ന പോലെ നിൽക്കാതെ ഒറ്റയ്ക്ക് നിന്നാലാണ്. അയ്യോ, അല്ല ഞാൻ നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് നിന്നാൽ നല്ലതാണ്. അല്ല നിങ്ങൾ ഞാൻ ഒരിത് പറഞ്ഞ ഇരട്ടകളിനേക്കാളും കൂടുതൽ ഞാൻ ഈ ഇരട്ടകൾ എപ്പോഴും സിനിമയ്ക്കകത്തൊക്കെ ഭയങ്കര രസമായിട്ടൊക്കെ പോകുമ്പോഴേ നമ്മൾ ആലോചിക്കും, കുറച്ച് കഴിഞ്ഞ് ഒരാൾക്കൊരു അവസരം, നിങ്ങൾ തന്നെ ഒരു തവണ ഒരാൾക്ക് വന്ന ചാൻസ് മറ്റേ ആള് ആരോടും പറയാതെ മറ്റേ ആൾ ചെയ്തിട്ടില്ലേ? ബോധമില്ലാത്തൊരു പ്രായത്തിലായിരുന്നു അത്. എന്നാലും കുഴപ്പമില്ല, അന്നത് മതിയായിരുന്നു. കാരണം ആര് പോയാലും ഇതുപോലെ സിനിമാ പ്രാന്ത് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ഉണ്ട്. സിനിമയാണ് നിങ്ങളുടെ ലക്ഷ്യം? രണ്ടുപേരും അവനൊരു താല്പര്യം ഒരുമിച്ച് വന്നുപോയി. രണ്ടുപേർക്കും സിനിമ തന്നെ ലക്ഷ്യം? അല്ല, അത് തന്നെ ആഗ്രഹം. പക്ഷെ ഒരുമിച്ചെന്നുള്ള ഇതല്ല, ഇൻഡിവിജ്വലി. മലയാള സിനിമ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും കുറച്ചാൾ ഇവർ രണ്ട് സൂപ്പർ സ്റ്റാറുകളുടെ ബെനിഫിറ്റ് എന്താ അറിയോ? നമ്മൾ മമ്മൂട്ടി ഇഷ്ടപ്പെട്ടാലും മോഹൻലാലിനെ ഇഷ്ടപ്പെട്ടാലും ഒരുപോലെ, കാരണം രണ്ടും ഒരുപോലല്ലേ ഇരിക്കുന്നത്. പിന്നെ സംസാരം തീരുമ്പോഴേ ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ. ഇനി ഞങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങളൊരു കാര്യം ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കും. കല്യാണം മഹാദേവൻ്റെത് 2026 അവസാനത്തേക്കാണ്. ഞാൻ കല്യാണം കഴിക്കുന്നത് ഞാൻ 26 മരിക്കും. ചുരുക്കം പറഞ്ഞാൽ രണ്ടുപേരും 2026 മരിക്കും. മഹാദേവൻ തീരും, ഞാനും തീരും. വായുദേവൻ വി. എന്റെ പുറത്ത് തമാശ സീരിയസ് ആയിട്ട് ചോദിച്ചാ അങ്ങനെ എന്തേലും പിള്ളേരുടെ പറയാറായോ? കല്യാണം എന്തെങ്കിലും പറയാറായോ പിള്ളേരുടെ? മാറി അലിൻ ജോസ് പെരേരയുടെ മോൻ പോലെ ആയില്ലേ? എന്ത് കല്യാണം? ഇത് നമ്മൾ തിരിച്ചു ചോദിക്കണം. അല്ല, ഇത് നമ്മൾ തുടങ്ങി വെച്ചില്ല, ഇത് പിള്ളേർ തുടങ്ങി. അതുകൊണ്ട് കുഴപ്പം, നമ്മൾ സേഫ് ആയിരുന്നത്. അല്ലെങ്കിൽ മാധവൻ അഫെയർ ആയോ? എനിക്ക് അഫെയർ ആയിട്ടില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നത്? സ്കിറ്റായിരുന്നു, ഇപ്പൊ ചാടി അടിച്ചായിരുന്നു നിന്റെ മുഖത്ത്. അല്ല, നിങ്ങളെന്താ പെട്ടെന്ന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോന്ന് ചോദിച്ചപ്പോഴത്തേക്കും കല്യാണം നിങ്ങൾക്ക് കല്യാണം കഴിക്കണം, കല്യാണം കഴിക്കണമെന്നല്ലേ ചോദിച്ചത്. അങ്ങനെ നമ്മള് അങ്ങനല്ലേ? ഏത് പ്രായമാകുമ്പോ സ്വാഭാവികമാണല്ലോ. ഏത് പ്രായമാകുമ്പോ? എന്റെ കെവിനെ ഞാൻ നിങ്ങള് കട്ടുറുമ്പി പോയ പ്രായം തൊട്ടേ പ്രേമിക്കാൻ തുടങ്ങിയതാ. ഷഷ്ടി പൂർത്തിയല്ലേ? അല്ല, ഞാൻ അന്ന് തുടങ്ങിയതാണ്. അതുകൊണ്ട് പ്രേമിക്കാൻ അങ്ങനെ പ്രായമൊന്നുമില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരു 3 പ്രായമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവത്തില്ലേ? പ്രേമിക്കാൻ പ്രായമില്ല, പക്ഷെ കല്യാണത്തിനൊരു അതിനൊക്കെ പ്രായമില്ല, അതിനും പ്രായമില്ല. 17 വയസ്സുള്ള പിള്ളേർക്ക് ഇൻസ്റ്റാഗ്രാമിൽ കല്യാണം കഴിക്കുന്നതിന്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നില്ലേ? നമുക്കൊരു വെല്ലുവിളിയാണല്ലോ. അല്ല, പെട്ടെന്ന് എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ കല്യാണം എന്നുള്ളൊരു സാധനം ചോദിക്കാൻ കാര്യം എന്താ? അപ്പം ഇപ്പൊ എൻ്റെ ഒരു പ്രായമാകുമ്പോൾ കല്യാണം കഴിക്കണം എന്നുള്ളൊരു സാധനം നിങ്ങൾ കല്യാണം കഴിക്കണം എന്നല്ലാതെ പെട്ടെന്ന് പോയ എന്തേലും പ്രണയം കാര്യങ്ങൾ ഉണ്ടോ? അതിപ്പോ എന്തിനാ പറയണേ? ഓക്കെ, അത് മതി, എനിക്ക് അത്ര മതി. ഉത്തരം 1 ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കും.
തീർന്നു അതില്. അത് എത്ര കുട്ടികൾ കാലായണ്ട പെണ്ണാണെന്ന് ചോദിക്കും. അല്ല പിള്ളേരുടെ പ്രണയത്തെ പറ്റി നിനക്ക് അറിയണമെന്ന് ആഗ്രഹമില്ല? അതെ എന്തായാലും എന്നോട് ചോദിച്ചല്ലേ, എനിക്ക് പ്രണയമുണ്ട്, ഞാൻ തുറന്നു. ഓക്കെ ഇല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല? ഇവൻ കൂടെ നടക്കുന്നുണ്ടായി മാറിപ്പോന്ന് വിചാരിച്ച്. അതൊരു വലിയ പ്രശ്നമാവും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഭാവിയിൽ കല്യാണം കഴിക്കുമ്പം ഭാര്യയ്ക്ക് ആള് മാറിപ്പോകും. ഏയ് അപ്പത്തേക്ക് മോഹം മാറി. ഞാൻ മീശ വെച്ചോണ്ട് നടക്കും, മീശ ഇല്ല, ഞാൻ വെച്ചോളാം. ഇത് ആർക്കായിരിക്കും മീശ? അല്ല രണ്ടുപേരും ഒരുപോലെ മീശ വെച്ചാലും അല്ലാതെ വെച്ചാൾക്ക് എളുപ്പമല്ലേ, വടിച്ചാ പോരെ. പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റത്തില്ലേ? പഠിക്കാളുപ്പ വളർത്താനാണ്. നിങ്ങൾ ഒരാൾ കൂടെ നടക്കുന്നുണ്ട്, നിങ്ങളോട് ഒരു പെങ്കൊച്ച് നടക്കാൻ വരത്തില്ലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനൊന്നുമല്ല പോടാ. അല്ല ഞങ്ങൾ അതിന് ഒരുമിച്ചല്ല നടക്കുന്നത്. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഇൻഡിവിജ്വൽ ഗ്യാങ്സ് ഉണ്ടോ? ഇൻഡിവിജ്വൽ ഗ്യാങ്സ് അല്ല, ഞങ്ങൾക്ക് ഒറ്റ കൂട്ടുകാർ സെറ്റാണ്. പക്ഷെ ഞങ്ങൾ എന്റെ വേറെ side വേറെ വേറെ സ്ഥലത്ത് ആൾക്കാര്, ഇവന്റെ സൈഡിൽ വേറെ ആൾക്കാര്. അതായത് കുറെ ഗ്യാങ് ഉണ്ട് നമുക്ക്. ഗ്യാങ് എന്നല്ല, കുറെ എന്റെ പറ്റിയിരിക്കുന്ന കുറച്ച് കൂട്ടുകാരന്മാര്, വീട്ടിൽ പോകുന്ന നേരത്ത് വേറെ കൂട്ടുകാരന്മാര്, ചായ കുടിക്കാൻ പോകുന്ന നേരത്ത് വേറെ കൂട്ടുകാർ, ചായ കുടിക്കാൻ ക്യാൻറ്റീനിൽ പോകുന്ന നേരത്ത് വേറെ കൂട്ടുകാരന്മാര്. ക്യാൻറ്റീൻ ഉണ്ടോ? ക്യാൻറ്റീൻ സീട്ട് വലിക്കാൻ പോകുമ്പോ വേറെ കൂട്ടുകാർ. ക്യാൻറ്റീനല്ല, സോറി മാറിപ്പോയി. സ്റ്റോറിൽ പോകുമ്പോ പെട്ടെന്ന് പറഞ്ഞപ്പോ തെറ്റിപ്പോയി. നിങ്ങൾ ക്ലാസ് ബെഞ്ചിൽ അടുത്തടുത്താണ് ഇരിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞു, ഞങ്ങള് ഇവൻ വേറെ സൈഡാണ്, ഞാൻ അങ്ങ് അറ്റമായിരിക്കും. എയും കെയും അല്ലേ, ഇവൻ 9, ഞാൻ ഇപ്പോഴേ റോൾ നമ്പർ വൈസാ ക്ലാസ്. അങ്ങനെയാണ് ഇരുത്തുന്നത്. അല്ലല്ലേ, അവൻ 9 30 ഞാൻ 9 അല്ല 7. കഴിഞ്ഞ വർഷം 9 അല്ലായിരുന്നു, 2 വർഷം 9 ആയിരുന്നു. ഇപ്പൊ മാറി. ക്ലാസ്സിൽ റോൾ നമ്പർ 9 കിട്ടുന്നവരെ ഇപ്പോഴും കളിയാക്കുന്ന പ്രക്രിയ നടക്കുന്നുണ്ട്. ഉണ്ടല്ലേ? ഇതിനെതിരെ നിനക്ക് എന്തെങ്കിലും ആഞ്ഞടിക്കാനുണ്ടെങ്കിൽ ആഞ്ഞടിച്ചോ? ചാടി പറഞ്ഞു. അങ്ങനെ ആരെയും കളിയാക്കല്ലേ. ഞാൻ ഇപ്പൊ കളിയാക്കുന്നില്ല, ഞാൻ ഇപ്പൊ 7. 9 കിട്ടിയവന്മാരെ ഞാൻ ഇപ്പൊ കളിയാക്കാറില്ല. കാര്യം എനിക്ക് അതിന്റെ വേദന അറിയാം. 2 വർഷം ഞാൻ റോൾ നമ്പർ 9 രാവിലെ അറ്റൻഡൻസ് വിളിക്കുമ്പോ അല്ലേ റോൾ നമ്പർ 9 ഞാൻ അല്ല, നയൻ ഇവൻ തന്നെ പറയണം. നയൻ എഴുന്നേറ്റ് ടീച്ചർമാര് പറയും. നമ്മളിപ്പോ എഴുന്നേക്കെ ഒരു ചമ്മലായിരുന്നു. അത് കൂട്ടുകാർക്കിടയിലുള്ളത് വലിയ സംഭവം. നിങ്ങൾ എല്ലാവരെയും അങ്ങോട്ടും കളിയാക്കുന്നവരല്ലേ? ശരിക്കും നിങ്ങൾ ആരെയാണെങ്കിലും കളിയാക്കുക. അവിടെ വരുമ്പോൾ മഞ്ചേച്ചിയെ ഒക്കെ കളിയാക്കുന്നവരാണ് നിങ്ങൾ. സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ, അപ്പോൾ നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ നിങ്ങളല്ലേ ബാക്കി എല്ലാവരെയും കളിയാക്കുന്നത്? ഞങ്ങളുടെ ഗ്യാങ്ങിന്റെ ഇടയിൽ ഞങ്ങളാ കളിയാക്കുന്നത്. ക്ലാസ് മൊത്തം നിങ്ങളായിരിക്കത്തില്ലേ? അവിടെ ചെല്ലുമ്പോ അവന്മാരെല്ലാരും കൂടെ അലക്കുവേ. ക്ലാസ് മൊത്തമല്ല, ക്ലാസ് മൊത്തം നമുക്ക് ഞാൻ പറഞ്ഞില്ല ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതിൽ നിങ്ങളുടെ മുകളിൽ കൗണ്ടർ അടിക്കുന്ന ആൾക്കാരുണ്ടോ? അല്ല, നമുക്ക് അങ്ങനെ പറയാൻ നമ്മുടെ റേഞ്ചിനൊത്ത ആൾക്കാരാണ് ഞങ്ങള്. ആ ഗ്രൂപ്പിൽ ഇപ്പൊ ഒരു 10 പേരുണ്ടെങ്കിൽ ഒറ്റ ഒരുത്തനെ ആയിരിക്കും 9 അവന്മാര് ഊക്കുന്നത്. അങ്ങനെ സംഭവിക്കത്തുള്ളൂ. ആ ഒരത്തെ നിങ്ങളല്ല. അല്ല, അങ്ങനെ ഇടയ്ക്ക് വന്നിട്ടില്ല. കാര്യം എനിക്കിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയത്തില്ല, ഞാൻ യൂട്ടേൺ അടിക്കും, വേറൊരുത്തിനിട്ട് കൊടുക്കും. നേരെ എല്ലാരും അങ്ങോട്ട് തിരിയും. ബുദ്ധിപരമായ കളിയാ. കാര്യം തിരിച്ചു പറഞ്ഞാൽ വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ തിരിച്ചൊരിക്കലും പറയാൻ പറ്റില്ല. കാര്യം 10 പേരുടെ വായ, നമ്മുടെ ഒറ്റ വായ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ തിരിച്ച് വേറൊരുത്തനിട്ട് കൊടുക്കണം. അപ്പൊ എല്ലാരും കൂടെ അങ്ങോട്ട് പോകും. ഇതിനേക്കാളും വലിയൊരു സാധനം ഊക്ക് മാറും. നിങ്ങൾ ഗ്യാങ്ങിലിപ്പോ പെൺകുട്ടികളില്ല? ഞങ്ങളുടെ ക്ലാസ്സിലെ പെൺപിള്ളേരില്ല. അതെന്താ? പിള്ളേരുണ്ട്, ഒരു 3 പേരെ. അതിന് മാത്രം ഒരു ഐക്യമല്ലേ നമ്മുടെ ക്ലാസ്സിലെ പെൺപിള്ളേർ? 3 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അത് പറയാ ശരിക്കും കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പെൺകുട്ടികൾ കാണുമെന്ന് വിചാരിച്ച? അല്ല, ഞങ്ങള് 8ാം ക്ലാസ് വരെ CBSE ആയിരുന്നു. 9 സ്റ്റേറ്റ് മാറി. അപ്പോൾ ഞങ്ങളുടെ 9ാം ക്ലാസ്സിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ മാത്രം പെണ്ണുങ്ങളില്ല. മിക്സഡാ. ഞങ്ങളുടെ ക്ലാസ്സിൽ മാത്രം പെണ്ണുങ്ങളില്ല. അപ്പം ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാമാർക്കും അപ്പുറത്തെ ക്ലാസ്സിലെ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഭയങ്കര തൊരയാ. പെണ്ണുങ്ങളില്ല. അപ്പോൾ 10 ഈ ക്ലാസ് തന്നെ പോകുന്നത്, അവിടെയും ഇല്ല. പെട്ടെന്ന് ജോൺ ചേട്ടന്റെ ഇത് മനസ്സിലായി. പെൺപിള്ളേര് വേണം അങ്ങനെ ഒരു ഇത് കൊണ്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ക്ലാസ് അത്യാവശ്യം ഒരു അലമ്പ്. അതാ ഒരു അലമ്പ് കൂടുന്നുണ്ട്. ആൺപിള്ളേര് മാത്രം അത് നന്നാക്കാൻ വേണ്ടി കുറച്ച് പെൺപിള്ളേരുണ്ട്, ഒരു ഐക്യം ഉണ്ടായിരുന്നു. ഈ കുറച്ച് പെൺപിള്ളേർ കൂടുതലുണ്ടായിരുന്നെങ്കിലും നമുക്ക് അപ്പുറത്തെ ക്ലാസ്സിലെ പെൺപിള്ളേരെ കാണുമ്പോഴാത്ത ഒര കൂടുതൽ. അത് എല്ലായിടത്തും അങ്ങനെ കേട്ടോ, ആളുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സ്വന്തം നമ്മൾ അടുത്തിരിക്കുന്നവരല്ല, നമുക്ക് അപ്പുറത്തെ പെൺപിള്ളേർ കാണുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നല്ല പെൺപിള്ളേരില്ല. അത് എല്ലാവർക്കും തോന്നുന്നൊരു സാധനം. അങ്ങനല്ല, ഇവളുമാര് നോക്കാം, ഇവള് നമ്മുടെ ക്ലാസ്സിലായിരുന്നു. അങ്ങനെ 3 പേര് അങ്ങനെ അത്രയും കുറയുന്നത്. അല്ല, കമ്പ്യൂട്ടർ സയൻസ് ഡിമാൻഡ് ഇല്ല. അത് കഴിഞ്ഞിട്ട് കൊമേഴ്സ് ബയോളജിയിൽ കൂടുതൽ പെണ്ണുങ്ങൾ.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആ സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ സയൻസ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. സയൻസിൽ ബയോമാക്സ് എടുക്കണ്ടെന്നാണ്. ബയോമാക്സ് ഇതിനേക്കാളും കമ്പ്യൂട്ടർ സയൻസിനെക്കാളും കുറച്ചുകൂടെ ടഫായതുകൊണ്ട് മറ്റേ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലൈനായിട്ട് ഈ പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ കൊണ്ട് കയറ്റും. ഞങ്ങൾ ആദ്യം ആണുങ്ങളെല്ലാവരും പോയി. ഞാൻ കാത്തിരിക്കുക, പെണ്ണുങ്ങൾ എന്ത് വരാത്ത. അപ്പം ഞാൻ ബെഞ്ചി വന്ന് അല്ലേ അതുകൊണ്ട് ആ ഒരു ദിവസം ഞാൻ ഇരിക്കുക ബെഞ്ചി വന്നിരുന്ന് ഓരോരുത്തർ അല്ലേ ഒറ്റ നമുക്ക് വെറുതെ കിട്ടില്ല. ഇതാ അങ്ങനെ കാണിക്കണം, ഇല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും നിനക്ക് പെൺകുട്ടികളോട് താല്പര്യമില്ല. ഞരമ്പള്ളി ഇതാണ്. നമ്മൾ ബേസിക്കലി ഞാൻ വന്ന് നിന്ന് ഓരോരുത്തർ ലൈനായിട്ട് വരിക. ആദ്യമേ ഒരു പെണ്ണ് വന്നു, പെണ്ണുങ്ങളുണ്ട്, ഓക്കെ. അടുത്തൊരു പെണ്ണ് വന്നു, ഓക്കെ. വേറെ ഒരു പെണ്ണ് വന്നു, കഴിയും. ഞാനൊരു ചിത്രം വരെ ഉള്ളു. എനിക്ക് ഭയങ്കര 4 പെണ്ണുങ്ങൾ വന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ. അല്ല എല്ലാം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണല്ലോ. 4 പെണ്ണുങ്ങൾ വന്ന് ഒരു പെണ്ണ് അപ്പുറത്ത് പോയിട്ട് ഡയലോഗ് മതി. സ്കൂള് അതൊന്നും തുറക്കണ്ട. 4 പെണ്ണുങ്ങളുണ്ട്. ഒരു പെണ്ണ് അപ്പുറത്തെ ഇത് മലയാളത്തിൽ പോയിട്ട് ഒരുത്തൻ ഇങ്ങോട്ട് വന്നു. ഞങ്ങളുടെ ക്ലാസ്സിൽ വേറെ ഒരു ഇരട്ടയുണ്ട്. അവൻ എന്തിനാണ് വന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അവൻ അവിടെ തന്നെ ഇരുന്ന പോരായിരുന്നു. അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. രണ്ടുപേരായിട്ടോ വന്നു അതോ? അല്ലല്ല, ഒരുത്തൻ ഈ ക്ലാസ്സിലും മറ്റവൻ അപ്പുറത്തെ ക്ലാസ്സിലും ആയിരുന്നു. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വന്നു. ഒന്നിച്ചാവാൻ വേണ്ടി വന്ന, അല്ലാതെ വേറൊന്നും കൊണ്ടൊന്നല്ല. ഇവനെ അങ്ങോട്ട് കൊണ്ടുപോയായിരുന്നെങ്കിൽ 5 പെണ്ണുങ്ങളായനെ. ഇല്ല, 4 പെണ്ണുങ്ങൾ. ഇപ്പൊ 3 ഉള്ളൂ. അതാ ഇവൻ ഒരുത്തൻ ഇങ്ങോട്ട് വരുന്ന വരെ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഇരട്ട മറ്റവൻ അങ്ങോട്ട് പോയായിരുന്നെങ്കിൽ അവിടുന്ന് ഒരു പെങ്കൊച്ച് ഇങ്ങോട്ട് വന്നായിരുന്നു. മൊത്തം 5 എണ്ണം ആയനെ ആയിരിക്കും. പെണ്ണുങ്ങളുടെ കാര്യം സിക്ക പറഞ്ഞ കറക്റ്റാ. ഡീറ്റെയിൽസ് എല്ലാം അങ്ങനെ 3 കഴിഞ്ഞ് നിങ്ങൾക്ക് 2 പേർക്ക് ഓരോന്ന് അങ്ങനെ വല്ലതും ആയിരുന്നെങ്കിൽ ഈ അച്ഛനമ്മയും ഇവരെ കൊണ്ട് നമ്മൾ വഷളാക്കുന്നത്. 17 വയസ്സിൽ നിങ്ങൾക്ക് പെൺകുട്ടികളെ അട്രാക്ഷൻ തോന്നണം. നിങ്ങൾ പെൺകുട്ടികൾ വരണം, ക്ലാസ്സിൽ വരണം എന്നൊക്കെ ആഗ്രഹിക്കും, തെറ്റൊന്നുമില്ല. കെവിൻ പറഞ്ഞ ശരി. ആഗ്രഹമൊന്നുമല്ല, നമുക്ക് ഇതുവരെ നിങ്ങൾ ക്ലാസ്സിലില്ല, നിങ്ങളില്ല. അത് ഇങ്ങനെ ഉണ്ടാവുന്ന വിചാരിച്ചാണ്. അപ്പുറത്തെ ബയോമാക്സിലൊക്കെ നിങ്ങൾ ഇതുവരെ മിക്സ്ഡ് ആയിട്ട് പഠിച്ചിട്ടില്ല. 18 ആണുങ്ങൾ. നീയൊക്കെ ഇത് കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അല്ല, വേറൊരുത്തൻ പറഞ്ഞ അപ്പുറത്തെ കൂട്ടുകാരും പറഞ്ഞു. നിങ്ങളിപ്പോ ഇതുവരെ മിക്സ്ഡ് ആയിട്ടുള്ള ക്ലാസ് പഠിച്ചിട്ടില്ലേ? അതുണ്ട്. അന്ന് ഇവന്മാര് കുഞ്ഞല്ലേ, ഇപ്പോഴല്ലേ അമ്മ മെച്യൂരിറ്റിയിലും പുരുഷന്മാരായി മാറിയത്. പറയല്ലേ, അതിൽ ഞാൻ വീഴുവാണ്. അല്ല, അപ്പൊ നിങ്ങൾ 2 പേര് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കായിരിക്കും കൂടുതൽ ഫീമെയിൽ ഫ്രണ്ട്സ് ഉള്ളത്, പെൺകുട്ടികളായിട്ട് കൂട്ടുള്ളത്? കൂടുതൽ ഫീമെയിൽ ഫ്രണ്ട്സ് ഒരാളോലും ഇല്ലേ? പിന്നെ നീക്ക് എന്തിനാണ് സ്കൂളിൽ പോകുന്നത്? ഇല്ല, വല്ലപ്പോഴും ആ സ്കൂളിൽ വല്ലപ്പോഴും. നിങ്ങക്ക് അത്രയും ലീവ് തരുന്ന ആരാ? ലീവ് തരുന്നല്ലേ, നമ്മൾ ലീവ് ചോദിച്ചു വാങ്ങിക്കുക. അവരൊന്നും പറയത്തില്ലേ? അവര് പഠിക്കൂലോ, പഠിക്കുന്നതല്ലേ, പേടിച്ചിരുന്നു പഠിക്കുന്ന. പ്ലസ് 2 ഒക്കെ ആയതുകൊണ്ട് പറയും പ്രാക്ടിക്കലൊക്കെയാണ്. ഒത്തിരി അങ്ങ് പോലെ ഇടയ്ക്കൊക്കെ പൊക്കോന്ന് പറയത്തില്ല, പ്രാക്ടിക്കലാണ്. അവർക്കറിയാം എന്തായാലും പോകുമെന്ന്. സ്കൂളുകാർ ഹാപ്പിയാണോ നിങ്ങളുടെ ഉയർച്ചയിൽ? അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടി. പക്ഷെ അവർക്ക് വിദ്യാഭ്യാസം എന്ന സാധനം വേണമെന്നുള്ളത് കൊണ്ട് അവർക്കെന്നല്ല അല്ലേലും. അല്ല, എന്റെ എല്ലാവർക്കും അങ്ങനെ ഒരു ഇതുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഇഷ്ടമല്ല. ഇപ്പൊ ഞാൻ ജോലി അവിടുന്ന് ലീവ് എടുത്ത് വിദ്യാഭ്യാസം ഇഷ്ടം. പക്ഷെ എക്സാം ഇല്ലായിരുന്നെങ്കിൽ കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ എക്സാം ഇല്ലാത്ത വിദ്യാഭ്യാസ സിസ്റ്റം ഇവിടെ വരും. നിങ്ങൾ നേരത്തെ ആയിപ്പോയി. ഞങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പ്രായത്തിൽ പഠിച്ചാൽ മതിയായിരുന്നു, ഒന്നും പഠിക്കണ്ടെന്ന്. എല്ലാവരും പാസ്സാക്കി വിടും. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ തോക്കുമായിരുന്നു. ഓടാ ഇപ്പോഴത്തെ 10ാം ക്ലാസ്. നിങ്ങൾ CBSE ആണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ നിങ്ങൾ സ്റ്റേറ്റ് ആണല്ലോ. സ്റ്റേറ്റിൽ എല്ലാവരും പാസ്സാക്കി വിടത്തില്ലേ 10ാം ക്ലാസ്സിൽ? 10 എങ്ങനെ പാസ്സാക്കോ? പാസ്സാക്കുള്ള മറ്റേ സ്ക്രൈബ് പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനത്തെ 10ലും അങ്ങനെ തോക്കാറൊന്നും ഇല്ല. എന്നാത്തിനാ വെക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. 9ാം ക്ലാസ്സിലെ 8ാം ക്ലാസ്സിലെ അവന്മാരൊക്കെയാ പണിയെടുത്ത് 10ലെ അവന്മാർക്ക് വേണ്ടി. അത് നിന്നെ പോലെ തന്നെ എല്ലാവരും ആവണമെന്നില്ല. എന്നെ പോലെ നല്ലതാ. ചെറിയ എനിക്ക് എന്റെ ഒരു അഭിപ്രായമാണ്. ഇവ സീരിയസ് ആയിട്ട് സംസാരിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു വിഷയമാണ് ഇവിടെ പറഞ്ഞത്. സ്ക്രൈബ് ഇൻട്രസ്റ്റ് ഇല്ല. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരത്തിൽ ഇടിക്കുന്നതാണ് സ്ക്രൈബ് എന്ന സിസ്റ്റം എന്നാണ്
കെവിന് അല്ല പറയാനുള്ളത്. പക്ഷെ വേറൊരു കാര്യം, അഭിപ്രായപ്പെടുന്നു. 100% വിജയത്തിന് അതൊരു നല്ല കാര്യമാണ്. പക്ഷെ 100% വിജയം കൊണ്ട് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം താഴ്ന്നു പോകുന്നതിനെ പറ്റി കെവിന് അതുണ്ട്. ഉണ്ട്. ആ. നമുക്ക് തന്നെ serious വിഷയം പറയണമെന്നില്ല. ഇനി മൊത്തം കാര്യമായിട്ട് സംസാരിക്കാം. അപ്പോൾ നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായം നിങ്ങൾ തൃപ്തരല്ല, അതുകൊണ്ടാണ് നിങ്ങൾ അധികം സ്കൂളിൽ പോകാത്തത്. അല്ല നിങ്ങളല്ല ഇവൻ. കെവിൻ തൃപ്തനല്ല, എവിൻ ഓക്കെയാണ്. തൃപ്തരല്ല എന്നല്ല, എനിക്ക് പഠിക്കാനുള്ള അത്ര കപ്പാസിറ്റി ഇല്ല. അപ്പൊ സമ്പ്രദായം മാറ്റി. അല്ല സമ്പ്രദായം ഓക്കെ ആണോന്ന് ചോദിച്ചാൽ 100% വിജയത്തിന് വേണ്ടിയിട്ട് ഇത് ഓക്കെയാ. പക്ഷേ പിള്ളേരുടെ ഒരു മാനസിക നിലയെല്ലാം താന്ന് ഞാൻ പറഞ്ഞ വേറെ എന്തുവാ ഇവൻ ഈ പറയുന്നത്? നിനക്കല്ലാതെ ഇൻട്രസ്റ്റെല്ലാർ സംസാരിക്കണമെന്ന്, അതോ നിനക്കായിരുന്നു? ആർക്കായിരുന്നു ഇൻട്രസ്റ്റെല്ലാർ? നിനക്ക് ഫിസിക്സ് എത്ര മാർക്കുണ്ട്? ഫിസിക്സിന് വലിയ മാർക്കൊന്നുമില്ല. ഇൻട്രസ്റ്റെല്ലാർ ഫിസിക്സ് ആയിരുന്നു. പഠിക്കാൻ കേട്ടോ രണ്ടുപേരും ഒരു A+ മേടിച്ചിട്ട്. അല്ല അത് അങ്ങനല്ല, സത്യം പറയാലോ, പേടിച്ചിരുന്ന് നമ്മൾ പഠിച്ചതാ. എല്ലാരും പേടിച്ചിട്ടല്ല, നമുക്ക് അങ്ങനല്ല. ഞങ്ങളുടെ ഒരു വേറെ പഠിക്കാൻ ക്വാളിറ്റി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പ്രോഗ്രാമിന് പോകുന്നോണ്ടേ നമ്മുടെ മനസ്സിൽ ഒരു തോന്നൽ വരും, ക്ലാസ്സിലുള്ള എല്ലാവരും ഇരുന്ന് പഠിക്കുമായിരിക്കും, ഞങ്ങളും കൂടെ ഉള്ളൂ. ആ ഒരു പേടി കൊണ്ട് ഫെബ്രുവരി ഒരു മാസം കുത്തിയിരുന്ന് മൊത്തം ഇരുന്ന് പഠിക്കും. രാവിലെ 5 മണിയാകുമ്പോൾ എഴുന്നേക്കും, ഇരുന്ന് പഠിത്തം, ഉച്ചയ്ക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, വീണ്ടും പഠിത്തം, അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്നു. സ്കൂളിലുള്ളവന്മാരുടെ വിചാരം എന്താ അറിയോ? അവന്മാർക്ക് ചുമ്മാ കറങ്ങി നടക്കില്ല, നമ്മളെന്തിനാ പഠിക്കുന്നതെന്ന് വിചാരിക്കും. എന്നിട്ട് അവന്മാർ മാർച്ചിലാണ് പഠിക്കാൻ തുടങ്ങുന്നത്. നിങ്ങളെ ഒരു വേറെ ഇതെന്നാന്നറിയാവോ, ഈ ഞങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വീട്ടിൽ ചെന്ന് പറയും കെവിനും മാർക്ക് കുറഞ്ഞ, അപ്പൊ പിന്നെ എനിക്ക് കുറഞ്ഞോണ്ട് കുഴപ്പമില്ലല്ലോ. വീട്ടിൽ ചെന്ന് ഇവന്മാർ എങ്ങനെയാ പറയുന്നത്? അത് വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരും കൂട്ടുകാർക്ക് മാർക്ക് കുറഞ്ഞ ആദ്യം വീട്ടിൽ പറയുന്നത് അതൊരു ശീലമാണ്. ആദ്യം നമ്മൾ നമ്മുടെ മാർക്കിനേക്കാ അമ്മ അറിഞ്ഞോ രാമുവിന് 32 ഉള്ളൂ, നിനക്കോ എനിക്ക് 27. നീ എന്തിനാ അപ്പൊ അവന്റെ കാര്യം പറയുന്നത്? എനിക്ക് നിന്റെ കാര്യം അറിയാതെ അമ്മ പറയും. അത് അമ്മമാരും വർഷങ്ങളായിട്ട് ഇത് തന്നെ പറയുന്നത്. അതിനൊന്നും ഇടയ്ക്കൊന്ന് ചോദിക്കും, ആ പഠിക്കുന്ന ചെറുക്കൻ എത്ര ഉണ്ടായിരുന്നു, ഇടയ്ക്കൊന്ന് ചോദിക്കും. കമ്പാരിസൺ. നിങ്ങൾ തമ്മിൽ ഈ പറഞ്ഞ പോലെ ഒരു ഇപ്പോൾ ക്ലാസ് ടെസ്റ്റ് ആണെങ്കിലും അങ്ങനെ മാർക്കായിട്ട് കൈ കിട്ടുന്ന എക്സാം ഒക്കെ നടക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരേ സമയമൊക്കെ ആയിരിക്കുമല്ലോ പഠിക്കുന്നത്. അപ്പോൾ മാർക്ക് എപ്പോഴും അടുത്തടുത്ത് വരുമോ അതോ ഒരാൾ പഠിക്കാതിരുന്ന? ഒരേ സമയത്താ പഠിക്കുന്നത്, പക്ഷെ ഒരുമിച്ചിരുന്നല്ല പഠിക്കുന്നത്. അപ്പൊ മാർക്ക് വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസം. ആരാമെടുക്കൻ കൂട്ടത്തില് അങ്ങനെ ഓരോ പ്രാവശ്യം അറിയത്തില്ല. ഓണപരീക്ഷയ്ക്ക് ടോട്ടൽ മാർക്ക് എനിക്കാണ് കൂടുതൽ ഇവനെ വെച്ചെങ്കിൽ ക്രിസ്മസിന് ഇവനായിരിക്കും കൂടുതൽ. സ്ഥിരം നടക്കുന്നത്. പെരുന്നാളിന് പാർക്കായിരിക്കും കൂടി. അത് ഞങ്ങളെ വിട്ടു. നിങ്ങൾ ഹിന്ദുക്കളുടെ കാര്യം മാത്രമേ ഉള്ളൂ. പറ പെരുന്നാളിന് അവർക്ക് മാർക്ക് കൂടുതൽ. പെരുന്നാളിന് ഞമ്മള് പോയി, ഞമ്മക്ക് നീ എക്സാം ഇല്ലേ? അത് നമ്മുടെ ഒരു പുള്ളയാ. ഋഷിക്കൊക്കെ അറിയാല്ലേ? ഇവന്മാർക്ക് എന്താ അറിയാത്തേ? അല്ല നമ്മൾ പിള്ളേരെ കുട്ടികളായി കാണുന്നുണ്ട്, പിള്ളേരെ പിന്നെ കുട്ടികളായിട്ടില്ല. നിർത്തി കളഞ്ഞേട്ടോ. സിനിമ താല്പര്യം എന്ന് പറഞ്ഞു. നിങ്ങൾ എത്ര സിനിമ ഇതുവരെ? നിങ്ങൾ ഞാൻ കൽബി കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ തോൽവി FC-ക്കകത്തുണ്ടായിരുന്നു, ഫുട്ബോൾ ടീമിനകത്ത്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത പടം അല്ലെ? ഞാൻ പണ്ട് കൽബ് ഒന്നിച്ചായിരുന്നല്ലോ. മറ്റേ മണിയറ അശോകനിൽ അഭിനയിച്ച ഇവനെയാ വിളിച്ചു, ഞാനാ പോയ. അതാണ് ആ സിനിമയാണല്ലേ നിങ്ങളത് എപ്പോഴും പറയുന്നത്. കെവിനെ വിളിച്ചു, എവിൻ പോയി അഭിനയിച്ചു. അവരാരും അറിഞ്ഞിട്ടില്ല. അല്ല അവരെന്റെ പേര് വിളിച്ചോണ്ട ഇവനെ എന്റെ പേരാ വിളിക്കുന്നത്. അവർ ശരിക്കും ഞങ്ങളുടെ 2 പേരുടെ ഫോട്ടോ ചോദിച്ചു, എന്നിട്ട് നോക്കിയിട്ടാണ് അവരെടുത്ത. കെവിൻ മതി, ഗ്ലാമറുള്ള മതി, അങ്ങനെ പറഞ്ഞു. ഗ്ലാമറുള്ള മതി, അങ്ങനെ പറഞ്ഞു. പക്ഷെ നിനക്കാണല്ലോ കൂടുതൽ ഗ്ലാമർ ഉള്ളത്. അത് വിളിച്ചിട്ട് അവൻ ചുണ്ട് കടിച്ചടാ, നീ കണ്ടായിരുന്നോ? വേറെ ഞാൻ ചുണ്ടൊന്നും കടിച്ചില്ല. ഓക്കെ, അപ്പൊ കെവിനാണ് ഗ്ലാമർ കൂടുതലെന്ന് പറഞ്ഞ് അല്ല അതിപ്പോ ചുമ്മാ തള്ളിയിട്ടല്ലേ. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടത് കെവിന്റെ ഫോട്ടോ. പക്ഷെ ഇവനന്ന് എന്തോ പോകണ്ട. അല്ല എനിക്ക് അന്നൊക്കെ എന്താ ദുൽഖർ സൽമാന്റെ പടത്തില് അല്ല അതുകൊണ്ടല്ല, ദുൽഖറിന്റെ അല്ല, നമ്മുടെ അന്ന് ഈ അവധിയുള്ള സമയമായിരുന്നു. എനിക്കപ്പോ ഈ അവധിക്കാലത്ത് കളിക്കണം, ഓടി നടക്കണം. അന്ന് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോ അളിയന്റെ വീട്ടിൽ ചേർത്തലയില. അപ്പൊ അവിടെ പോയി കായലിലൊക്കെ ചാടാന്ന് വിചാരിച്ച്. നീ അന്നേ ഭയങ്കര മെച്ചൂർ ആയിരുന്നു. അല്ല എനിക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ഞാൻ പോയി. എനിക്ക് ഇവൻ ഇങ്ങനത്തെ പ്ലാനൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ അറിയുന്നത്. 5 ദിവസത്തെ കാര്യത്തിനാണ് നീ ചതിച്ചിട്ട് ഇവനെ? കൊച്ചിയിലെ അല്ലേ 5 ദിവസം എന്ന് പറയുന്നത് വലിയ ദിവസമായിട്ട് തോന്നുന്നത്.
എന്നിട്ട് ആ സീൻ കായലിൽ ചാടണമായിരുന്നു അധികം പോയി ചെയ്ത്. 1 മണിക്ക് കായലിലെങ്ങാണ്ട ചാടുന്ന 1 മണിക്ക് ഉച്ചക്കല്ല വെളുപ്പിന്. വെളുപ്പിന് ആ സീൻ ഞാൻ ഓർക്കുന്നില്ല. നിലാവുള്ള രാത്രി ഇങ്ങനെ അങ്ങനത്തെ തോടിനറമ്പി കൂടെ പോയിട്ട് ചാടണം. ചന്ദ്രനെ കണ്ട് ചന്ദ്രനെ പിടിക്കാൻ അത് ചാടണം. തന്നെ. അപ്പൊ അവര് നിന്നെ കെവിനെ എന്ന് വിളിച്ചോണ്ടിരുന്നു. അങ്ങനെ നീ മാറ്റി പറഞ്ഞിട്ടുമില്ല. ആ, ശരിയാ. അന്ന് ഇവരൊറ്റ മനസ്സും ഒറ്റ ശരീരവുമായിരുന്നു. എനിക്കങ്ങനെ അന്ന് അവിടം തൊട്ടാണോ ഇല്ല, ശരിക്കും പോയപ്പോ വലിയ വിഷമമൊന്നുമില്ല, ഞാൻ എൻജോയ് ചെയ്യുമല്ലായിരുന്നു. അവിടെ തൊട്ടാണോ ശരിക്കും നിങ്ങൾ തമ്മിലുള്ള ഒരു അകൽച്ച അല്ല, തുടങ്ങിയത്? അത് ഇപ്പൊ തൊട്ട് തുടങ്ങിയ ഈ അടുത്തായിട്ടാണ്. അല്ല അത് എന്താണേലും മുമ്പ് തൊട്ടാണ് ഞങ്ങളിപ്പം ഉടുപ്പും അല്ല അതെന്താണേലും വലുതാവുമ്പോ മാറുമല്ലോ. അതാ ഓരോരുത്തരും ഓരോ വഴിക്ക് ആവുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ കൊച്ചിലെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല? ഇല്ല, അതിനെക്കുറിച്ച് ഞങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചിട്ടില്ല. നടക്കണം എന്ന് പറഞ്ഞു ഇതേപോലത്തെ ഇരുന്നല്ലേ. നിങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ചുള്ള ഡ്രസ്സ് മാറ്റി നമുക്ക് വെറൈറ്റി ഇടാമെന്ന് തീരുമാനിച്ചെന്നായിരിക്കും. അങ്ങനെ ഓർക്കുന്നുണ്ടോ? അതായത് ഇനി തൊട്ട് നമുക്ക് വീട്ടില് വേറെ വേറെ ഡ്രസ്സാ അല്ലേലും ഇടുന്നത്. അല്ല പുറത്തിറങ്ങുമ്പോ നിങ്ങള് അതായത് ഇവർക്ക് നല്ല ഡ്രസ്സ് വാങ്ങിക്കുമ്പോ എല്ലാം ജോഡിയായിട്ട് വാങ്ങിച്ചോണ്ടിരുന്നു. അതിപ്പോ പുറത്തിറങ്ങുമ്പോ അതെല്ലാം എടുത്തുള്ളൂ. അപ്പൊ അല്ല പണ്ട് തൊട്ട് അല്ല, ഇങ്ങനെ ഇതിന്റെ ഒരു ജോഡി ശീലിപ്പിച്ചോണ്ട് ഇതിന്റെ ഒരു ജോഡി ഉണ്ടല്ലേ? നിങ്ങളിപ്പോ ഇപ്പൊ തിരിച്ചിടാൻ തുടങ്ങി. അതായത് അത് ഒരു സമയത്ത് ഇടുന്നില്ല. വിദേശത്ത് അവനും ഉണ്ട്. ഇപ്പോഴും എടുക്കുന്ന അങ്ങനെ തന്നെയല്ലേ? അല്ല, ഇപ്പോഴും എടുക്കുന്നതിന്റെ അല്ല. ഒരേപോലത്തെ ഇത് അങ്ങനത്തെ ഇടണമെന്ന് തീരുമാനം എടുക്കുന്നതിന് മുമ്പുള്ള ഉടുപ്പാ. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ മേടിക്കുന്ന പറയാം. എടുത്തിട്ടില്ല. ഒരു ഉടുപ്പ് എടുത്ത അത് കളറൊക്കെ വേറെ, പാറ്റേൺ ഏകദേശം ഒരേപോലെ. അമ്മയ്ക്കും അപ്പനും ഒക്കെ നമ്മള് അങ്ങനെ ഒരുമിച്ച് അപ്പനില്ല, അമ്മയ്ക്ക്. അവരുടെ മാതാപിതാക്കൾക്ക് ഒരു ചേച്ചിമാരും അറിയാം അമ്മ അവന്മാരുടെ ഇഷ്ടം പോലെ. അവന് സാധനം പറയാം. നീ പറഞ്ഞു മാതാപിതാക്കൾക്കൊരു അല്ലേലും മാതാപിതാക്കൾക്ക് നമ്മുടെ പിള്ളേര് എന്നുള്ള ഇതാണല്ലോ ഒരേപോലെ എപ്പോഴും. ഏത് ഏത് മറ്റേത് ഏത് അല്ല അനീസിക്ക് മനസ്സിലാവല്ലോ. നീ വിളി അനീസിക്കാ. അപ്പം അങ്ങനെ കൽബ് തോലിഫ്സി ട്വിൻസ് ആയിട്ട് തന്നെ വന്നു. പിന്നെ വേറെ ഏതൊക്കെ ഏത് പടങ്ങള്? പിന്നിപ്പോ ലാസ്റ്റ് പറഞ്ഞ പള്ളിച്ചട്ടപ്പിൽ ട്വിൻസ് ആയിട്ട് തന്നെയാണോ? ട്വിൻസ്. ഇൻഡിവിജ്വലി ഇതല്ലാതെ മണിയറയിൽ അശോകൻ അല്ലാതെ വേറെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആദ്യത്തെ പടം ഞാനായിരുന്നു. എന്നാ പൈപ്പിൻ ചോട്ടിലെ പ്രണയം അത് മണിയറയിലെ അശോകത്തിന് മുമ്പുള്ള മുമ്പുള്ള നീരജ് മാധവന്റെ പിന്നെ വള്ളിക്കുടലിലെ വെള്ളക്കാരൻ ഗണപതി ചെറുപ്പമായിട്ട് അത് ആരാ ചെയ്തത്? ഏത് സംവിധാനമോ? അല്ല ആരാ നീ നിങ്ങൾ ആരാ ചെയ്തെന്ന് നീ പറ. ആരാ സംവിധാനം ചെയ്തത്? ഇല്ല, എനിക്ക് ഓർമ്മ കൊച്ചിലെ അത് ഗണപതിക്ക് പോലും ഓർമ്മയില്ല. നീ പേടിക്കണ്ട. അത് കഴിഞ്ഞിട്ട് ഗണപതിയാണ് നായകൻ ഞാൻ അത് കഴിഞ്ഞിട്ട് അങ്ങനെ അധികം ഇല്ല വന്നിട്ടില്ല. റീസെന്റ് ഒറ്റയ്ക്ക് സിംഗിൾ ആയിട്ട് ഒരു പടവും ചെയ്തിട്ടില്ല. ഇല്ല ഇല്ല വന്നിട്ടില്ല. അങ്ങനെ പടം വരുവാണെ പോവും, എന്തായാലും പോകും. അപ്പൊ ഇത് കാണുന്ന ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഡയറക്ടർമാർ ആരുമില്ല. അവര് എവിനെയും ഒറ്റയ്ക്ക് ക്യാരക്ടർ റോൾസിന് വിളിക്കണം. അവർക്ക് ഇതല്ല വിളിച്ചാ വിളിച്ചാൽ മതി. വേണമെങ്കിൽ വിളിച്ചാൽ മതി. അവരുടെ കഴിവ് തെളിയിക്കാൻ, അതും ഒറ്റയ്ക്ക് ഒരേ സ്റ്റേജിൽ നിന്ന് രണ്ടുപേരും ഒരുമിച്ചല്ല, ഒറ്റയ്ക്ക് തെളിയിക്കാൻ അവർക്ക് വലിയ ആഗ്രഹമുണ്ട്. അവരവരുടെ കഴിവ് തെളിയിച്ച് അഥവാ എനിക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയ ഇവനെ വെച്ച് ബാക്കി ഷൂട്ട് നടത്താം നിങ്ങൾക്ക്. അത് തന്നെ. ഇത് ഭയങ്കര എളുപ്പമല്ലേ? ഇവന് ഡേറ്റിന്റെ ക്ലാഷ് ഉണ്ടെങ്കിൽ മറ്റേ ടൊവിനോ തോമസ് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ആലോചിക്കും ഒരു ടിൻ ബ്രദർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ചില സാധനമൊക്കെ പുള്ളിയുടെ തൽക്കാലം ഒന്നും ചെയ്യും അങ്ങനെ പറഞ്ഞിട്ട് നിനക്ക് വേറെ വർക്ക് കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. അത് ശരിയാണല്ലോ. അല്ല, നീ ഒന്ന് ആലോചിക്കുക. നിനക്ക് ലോജിക്കലി ചിന്തിക്കാൻ അറിയാമല്ലോ. അവൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവന് വയ്യെങ്കിൽ നീ ചെയ്യാൻ. അപ്പൊ നീ ചുമ്മാ ഫ്രീ ആയിട്ട് നടക്കുവാന്നല്ലേ എന്റെ അർത്ഥം? നിന്റെ അവന്റെ ഡ്യൂപ്പായിട്ടാണ്. അത് ശരിയാണല്ലോ. ഞാൻ ആ ഒരു ധ്വനി അങ്ങനത്തെ കണ്ടില്ല. ഞാൻ ആ ഒരു രീതിയിലല്ല പറയുന്നത്. നീ അതേ ഉദ്ദേശിക്കത്തുള്ളൂ. പിന്നെ അല്ല ശരിക്കും അപ്പൊ നിങ്ങളൊരു മറ്റേ ഒരു സ്കിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരാൾ ഈ പറഞ്ഞ പോലെ ഇച്ചിരി മെയിൻ റോളും മറ്റേ ആൾക്കാരായിരിക്കുമല്ലോ അടിക്കുന്നത്. ഒരാളായിരിക്കുമല്ലോ മണ്ടൻ ക്യാരക്ടർ. എല്ലാത്തിലും അങ്ങനല്ല. ഞങ്ങളുടെ രണ്ടുപേർക്കും ഞങ്ങള് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന രീതിയിലായിരിക്കും കൂടുതൽ. ഞാൻ ഒരു സെക്കൻഡ് നേരത്തെ പറഞ്ഞില്ല, ഞാൻ വേറെ മറ്റേ പരിപാടി ഞാൻ ഇവരുടെ എല്ലാ സ്കിറ്റും കണ്ടിട്ടുണ്ട്. എല്ലാം കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് ഇറങ്ങിയ സ്കിറ്റ് അതാ. ഞാൻ ഇവരുടെ ലാസ്റ്റ് ഇറങ്ങി ഒഴിച്ചു ബാക്കിയല്ല. അതിവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വെറുതെ നമ്മള് വെറുതെ ഇവിടെ വരുമ്പോഴും നമ്മൾ ഒന്നിച്ചിരുന്ന നമ്മള് സ്കിറ്റ് കാണുന്നത് നിങ്ങളുടെ കാണുന്നത്. ഞങ്ങൾ ഒന്നിച്ച് വരുമ്പോൾ നമ്മൾ ബമ്പർ റീസെന്റ് ഇറങ്ങി എങ്ങനെയാണെന്നൊക്കെ നിങ്ങളുടെ ഇന്ന് കാണാറുണ്ട്.
ഞാൻ ഫസ്റ്റ് സീസണിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് സീസൺ ഞാൻ TV വിട്ടു. സെക്കൻഡ് സീസൺ എനിക്ക് ശരിക്കും ആരൊക്കെ അവിടെ സ്കിറ്റ് ചെയ്യുന്ന പോലും ശരിക്കും അറിയാത്ത സിറ്റുവേഷൻ. മറ്റേത് ഞാൻ എല്ലാ എപ്പിസോഡിൽ ഞാൻ കാണുമായിരുന്നു, ഇവന്മാര് കാണത്തില്ല. അത് ആദ്യമായിട്ട് തുടങ്ങിയ ഒരു പരിപാടി. അത് ഭയങ്കര രസമായിരുന്നു. എനിക്ക് അതും അന്ന് പരിചയക്കാരായിരുന്നു എല്ലാരും, നമ്മുടെ ഫാമിലി പോലെ ആയിരുന്നു. അത് പുതിയൊരു പരിപാടിയല്ല. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സെറ്റ് ആയിട്ടില്ല ഇതുപോലെ തിരിഞ്ഞ് നമ്മളാ ക്യാൻറ്റീനിൽ എല്ലാരും അത് ഭയങ്കര രസമായിരുന്നു. അന്ന് ശരിക്കും ബമ്പർച്ചിയുടെ ഷെഡ്യൂൾ ഒന്ന് ഭയങ്കര അടിപൊളിയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ മുമ്പേ മനോരമ വൈബ് എന്ന് പറഞ്ഞതിന്റെ കാര്യം. അവിടെ എല്ലാവരും ഭയങ്കര സിങ്ക് ആയതുകൊണ്ട് പഴയ ഒരു വൈബ്. പക്ഷെ നമ്മൾ ആ വൈബ് വരുന്നത് ഫസ്റ്റ് സീസണിലാണ് പറയുന്നത്. ഞാൻ സെക്കൻഡ് സീസണിൽ എനിക്ക് ഫസ്റ്റ് സീസണിലായിരുന്നു. പക്ഷെ ആ പരിപാടി ആദ്യമായിട്ട് തുടങ്ങിയോണ്ട് നമ്മളെല്ലാരും ഒരു ഗ്രൂപ്പായിട്ട്, നമുക്ക് അന്നൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ബമ്പർച്ചിരി എന്ന് പറയുന്നത്, ഫാമിലി എന്ന് പറഞ്ഞില്ല. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. ഉണ്ട് കിടപ്പുണ്ട്, ആരുമില്ല. ആരൊന്നുമില്ല. ആർട്ടിസ്റ്റുകളായിട്ട് ചെന്നം പിന്നെ ലിങ്ക് വരും, വേറൊന്നുമില്ല. ശരിയാ. എന്ന് വെച്ചാല് ഒരു കൊച്ചു കുഞ്ഞു തൊട്ട് അമ്മ വരെ അതിനകത്തുണ്ടായിരുന്നു അവിടെ. അതായത് മിമ്മൂസിനെ പോലുള്ള കുട്ടികൾ തൊട്ട് അശ്വിന്റെ അമ്മ, അങ്ങനെ ആ പ്രായമുള്ളവരുടെ ഒരു ഇന്ന് സ്കിറ്റ് ഉണ്ട് നമ്മള് കംപ്ലീറ്റ് കവറേജ് ഉണ്ടായിരുന്നതുകൊണ്ട് രസമായിരുന്നു. ഞങ്ങൾ മുതിർന്നവരും നിങ്ങൾ അന്ന് പക്ഷെ കുറച്ചുകൂടെ സ്റ്റാൻഡപ്പിന്റെ എണ്ണം കൂടുതലായിരുന്നു. അന്ന് സ്റ്റാൻഡപ്പ് ഇന്ന് പക്ഷെ ഇല്ല, സ്റ്റാൻഡപ്പ് കുറവായിപ്പോ. ഇന്ന് സ്കിറ്റുകൾ കൂടുതലാണ്. ഇന്ന് സ്കിറ്റ് കൂടുതലാണ്. അന്ന് സ്റ്റാൻഡപ്പിന്റെ എണ്ണം അങ്ങനെ ഞങ്ങളെ ഒതുക്കി നിങ്ങളെല്ലാവരും കൂടെ. അതെ. അപ്പൊ നേരത്തെ പറഞ്ഞ സ്കിറ്റ് ആണോ സ്റ്റാൻഡപ്പ് ആണോ നല്ലതെന്ന് ചോദിച്ചു. അവന്റെ അഭിപ്രായത്തിൽ സ്റ്റാൻഡപ്പ് നല്ലത്. ഇവൻ പറയുന്നത് എല്ലാം ഒരുപോലെയുള്ളൂ. എല്ലാം ഒരുപോലെ. എല്ലാത്തിന്റെ അവസാനം ഹാസ്യമാണല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാൻഡപ്പ് എന്ന് പറയുന്നത് നമ്മള് കഥ പറയുന്ന ഒരാൾ ഇന്ന് തന്നെ കുറെ കഥകള്. സ്കിറ്റ് എന്ന് പറയുന്ന കഥയും പറയാം, ആ സ്പോട്ടിലുള്ള കുറെ സാധനങ്ങളും പറയാം. സ്റ്റാൻഡപ്പിൽ അങ്ങനെ സ്പോട്ടിൽ സാധനങ്ങൾ ആ സ്പോട്ടിലും പറയാം. കൂടുതലും കഥകളാണല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്റ്റാൻഡപ്പ് ചെയ്ത് നോക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, പക്ഷെ ഞങ്ങൾക്ക് പക്ഷെ സ്കിറ്റ് തന്നെ നല്ലത്. സ്കിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കണ്ടന്റ് എടുക്കാം. ഞങ്ങളായാലും പോലും ഇപ്പൊ ഇൻസ്റ്റയില് കണ്ടന്റ് അല്ലേ ഇടുന്നത്. സ്റ്റാൻഡപ്പും കണ്ടന്റ് എടുക്കാമല്ലോ. എടുക്കാം, ഞങ്ങള് പക്ഷെ എടുക്കുന്നില്ലല്ലോ. ഇതാ വശം, ഇച്ചിരൂടെ വശം. ഒരു ത്രെഡ് എടുത്തിട്ട് അത് വെച്ച് ചെയ്യാം. സ്റ്റാൻഡപ്പിനും ത്രെഡ് എടുക്കാം. നിനക്ക് സ്റ്റാൻഡപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട് കെവിനെ? എനിക്ക് ഇവനെ ഒന്ന് ഒഴിവാക്കണം. അതുകൊണ്ട് സ്റ്റാൻഡപ്പ് അല്ലേ? നിങ്ങളെ ഇൻഡിവിജ്വലി നോക്കുവാണെങ്കിൽ സ്റ്റാൻഡപ്പാണ് നല്ലത്. സെപ്പറേറ്റ്ലി വളരാൻ വേണ്ടി നല്ലതാ. നിങ്ങൾ സ്റ്റാൻഡപ്പിലേക്ക് തിരിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആണോ? അതില്ല, അത് ഒരു സമയമുണ്ട്. എപ്പോഴും വിളിച്ചത് ഇതാക്കണ്ട. ഇൻഡിവിജ്വൽ നമ്മുടെ പെർസോണ എന്ന് പറയും. സ്റ്റാൻഡപ്പിൽ സെല്ലാവുന്ന സാധനം ഇൻഡിവിജ്വൽ പെർസോൺ ആണ്. ഇപ്പം ശരിക്കും നിങ്ങൾ മഹാദേവൻ്റെ തമാശ എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്ത് മഹാദേവൻ്റെ പേഴ്സണാലിറ്റിയാണ് അവിടെ സെല്ല് ചെയ്യുന്നത്. ആൾക്കാർക്ക് മഹാദേവനെ ഇഷ്ടപ്പെടുമ്പോഴാണ് സ്റ്റാൻഡപ്പ് ഇഷ്ടപ്പെടുന്നത്. പെട്ടെന്ന് വിറ്റുപോകും. അത് ശരിയാ. സ്കിറ്റ് നിങ്ങളപ്പം ഹാപ്പനിങ്സ് സെല്ല് ചെയ്യുക ചെയ്യുന്നത്. മറ്റേത് ചെയ്യുന്ന ആ പേഴ്സണെയാണ് സെല്ല് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മളൊരു ക്യാരക്ടറാണല്ലോ. അതന്നെ. ഇതിനകത്ത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇൻഡിവിജ്വലി മഹാദേവൻ പറയുന്ന ഒരു സാധനമാണിത്. എവിനും കെവിനും ഐഡന്റിറ്റി ഉണ്ടാക്കണമെങ്കിൽ അതാ ചെയ്യേണ്ടതെന്നാണ്. വേണ്ടല്ലോ നിങ്ങൾക്ക് സ്കിറ്റ് എനിക്ക് കച്ചവടം എങ്ങനെ നടക്കണേന്ന് അറിയാം, പക്ഷെ സ്വന്തം കട പൂട്ടിയിട്ടേക്ക. ഇതിനകത്ത് ഇങ്ങനെയാണ്. മറ്റേ ഞാൻ എക്സ്പോർട്ടിങ്ങിലാണ് ശ്രദ്ധിക്കുന്നത്. ഞാൻ ഇവിടെ ലോക്കൽ കട തുറക്കാൻ ഉദ്ദേശിക്കുന്നത്. കച്ചവടം അങ്ങനെ കട പൂട്ടിയിട്ട് ഞാൻ ലൈവ് ഷോസ് ആണ് ഉദ്ദേശിക്കുന്നത്. ലൈവ് ഷോസ് ആ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ചാനലിൽ വരാത്തത്. ഈ ലൈവ് ഷോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറഞ്ഞ ലൈവ് ഷോ എന്ന് പറയുമ്പോൾ ഇത് എവിടേക്കോ നടക്കുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം ആൾക്കാർക്കുണ്ട്. അല്ല, ഇവിടെ ആരും നടക്കുന്നുണ്ടോ എന്നും അറിയത്തില്ല. അതുകൊണ്ട് ശശിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ട് ഇല്ല. ഇതിപ്പോ നമ്മൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊരു സംവാദം. ആ ഒരു അല്ല, ചോദിച്ച സ്റ്റാൻഡപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ശശി സീസണിലെ സ്റ്റാൻഡപ്പ് അല്ലല്ലോ. ശശി സ്റ്റാൻഡപ്പ് ചെയ്യാൻ അങ്ങനെ വരുന്നില്ലല്ലോ. പണ്ട് ശശി ആകെ 2-3 തവണയല്ലേ വന്നിട്ടുള്ളൂ. അല്ല, ഈ സീസണിൽ അങ്ങനെ വന്നിട്ടില്ല. അവന് സ്റ്റാൻഡപ്പ് ചെയ്യാൻ മടിയുണ്ട് ശരിക്കും. അവന് സിനിമ ചെയ്യണം എന്നാണ് താല്പര്യം. അവന് മൂവിക്ക് വേണ്ടിയാണ് ശരിക്കും സ്റ്റാൻഡപ്പിലേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇതുവഴി കയറി പോകാൻ വേണ്ടി നോക്കി. എന്നിട്ട് പടങ്ങളൊക്കെ ആയി, പക്ഷെ പിന്നെ അങ്ങോട്ട് വേറെ പടമൊന്നും കണ്ടില്ല. ശിക്കാരി ശമ്പു ഒന്നും ലാസ്റ്റ് അല്ലേ? ശിക്കാരി ശമ്പൂല്ലേ, ഗിർ. അതിനകത്താ ലാസ്റ്റ് കണ്ടത്. അത് കഴിഞ്ഞ് വേറെ ഒന്നും കണ്ടില്ല. ചിലപ്പോൾ പടം നോക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ ഇങ്ങനെ പറയായിരുന്നു ഇതുപോലത്തെ ഒരു നടത്തണം, നമുക്ക് നടത്തണം. പോഡ്കാസ്റ്റ് പോലത്തെ അല്ല, ലൈവ് ഷോ പോലെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ചെയ്യണം. നിങ്ങൾ ലൈവ് ഷോസ് ചെയ്യുന്നുണ്ടോ? ഇവര് സ്റ്റേജ് ഷോസ് ആയിട്ട്
ഇടയ്ക്കൊക്കെ എന്താ നിങ്ങൾ അവിടെ ചെയ്യുന്നത്? സ്കിറ്റ്. സ്കിറ്റ് തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള സ്കിറ്റ് തന്നെ ചെയ്യും? ഓൾറെഡി ചെയ്തിട്ടുള്ള സ്കിറ്റ് തന്നെ അല്ല അങ്ങനല്ല, ഓൾറെഡി ചെയ്ത ഒരു സ്കിറ്റില് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അങ്ങനെ ചെയ്യാനുള്ള സാധനം നിങ്ങളുടെ ഉണ്ട്? ഇല്ല, അത് ഞങ്ങൾ ആ കേറുന്നതിന് 3 ദിവസം മുമ്പ് ഇരുന്ന് ഇങ്ങനെ. ഇപ്പൊ ഇല്ല, പണ്ട് പുതിയതായിട്ട് ഉണ്ടാക്കുന്നതല്ല കേട്ടോ, പണ്ട് അടിച്ച ഏതെങ്കിലും എടുത്ത് മിക്സ് ചെയ്ത് റീമിക്സ് ചെയ്ത് 2-3 സെറ്റ് ചെയ്ത ഒരു നല്ല അത് സാധനം ഞങ്ങൾക്ക് ചെയ്യാം. രണ്ടുപേർക്കും പണ്ട് അടിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങള് തന്നെ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായി. അങ്ങനെ പോയി ചെയ്യാറുണ്ട്. അപ്പൊ അത് സ്ഥിരമായിട്ട് അങ്ങനെ സ്കിറ്റ് ഉണ്ടോ നിങ്ങൾ? ഇല്ല, അങ്ങനില്ല. വെയിറ്റിനനുസരിച്ച് ഏതെങ്കിലും മാറും. ഇപ്പൊ ഈ റീസെന്റ് ഇവരൊക്കെ ചെയ്യുന്ന പോലെ കുറെ ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഒന്നുമില്ല? അല്ല, അതാ ഞങ്ങളിപ്പോ അങ്ങനെ ഇതിലോട്ടില്ല. ലൈവ് ഷോസിലേക്കില്ല, ഇപ്പൊ സിനിമയാണ് നിങ്ങളുടെ ഫോക്കസ്? ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, സംഭവം ഈ പറഞ്ഞ മറ്റേ നിങ്ങളിപ്പോൾ +1 +2 അല്ലേ ആയുള്ളൂ, നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ലേ കട്ടുറുമ്പ് പോയെന്ന് പറഞ്ഞു? 3 ക്ലാസ് പരിപാടികൾ ഇവർ ആ ഫോർമാറ്റിലല്ലേ വന്നേ. അത് കാരണം ഞാൻ ഓർത്ത് അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എനിക്കിങ്ങനെ പഠിച്ച് ഇങ്ങനെ ഒരു അംബീഷൻ അങ്ങനെ ഒരു പരിപാടിയിലായിരുന്നു തുടങ്ങിയത് അങ്ങനെ എന്തെങ്കിലും സിനിമ? എന്നുവെച്ചാ നമ്മള് പക്ഷെ 4-ലായോണ്ട് ആ ചോദ്യത്തിന് വലിയ പ്രസക്തി ഇല്ലല്ലോ. ഇവര് പോലും അറിയാതെ ഇവർ ഇതിനകത്ത് ഏർപ്പെട്ടു പോയി. നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അല്ല, അന്ന് ഇതിലൊന്നും ചേർന്നപ്പോ ഇതിലൊന്നും വലിയ ആഗ്രഹങ്ങളില്ല. അന്ന് എന്താന്നറിയാ, നമ്മൾ ഇത് പരിപാടി ചെയ്ത ഇതിനോടുള്ള ഇതുകൊണ്ടല്ലായിരുന്നു. നമുക്ക് കുറെ കൂട്ടുകാരുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രായത്തിലുള്ള. അവിടെ വന്നു കഴിഞ്ഞാൽ പഠിക്കണ്ട, ഏതൊരു പിള്ളേർക്കും ഇഷ്ടമുള്ള സംഭവം ചുമ്മാ കളിച്ചിരിച്ച് നടക്കുക. സമയമാകുമ്പോ നിങ്ങൾ എന്റർടൈൻമെന്റിന് വേണ്ടി അവിടെ ചുമ്മാ വന്നു. അല്ല, അത് ആഗ്രഹം നമ്മൾ അവിടെ ആ പ്രായത്തിൽ ആർക്കും ഫെയിമിന് വേണ്ടിയല്ലേ. ഈ പ്രായത്തിലുള്ള ഒരു പിള്ളേർക്കും ജാടയോ ഒരു തേങ്ങാക്കൊലയോ ഇല്ല. ഈ പ്രായമാണ് ആ പ്രായം. ബോധം വരുമ്പോഴാ ഒരു ആൾക്ക് ജാടയും ഇതുമൊക്കെ. നിങ്ങൾക്ക് ബോധമുണ്ടോ? ഇല്ല, ഇല്ല. അപ്പോ നിങ്ങക്ക് അല്ലാതെ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ആഗ്രഹം ഉണ്ടായിരുന്നു? ഡോക്ടർ, ഉണ്ടായിരുന്നു? പണ്ട് ഞങ്ങൾക്ക് പള്ളിയിലച്ഛനാണ് രണ്ടുപേർക്കൂടെ ക്ലാസ് ഡിവിഷൻ തിരിച്ചപ്പോ പെണ്ണുങ്ങളില്ല, പള്ളിയിലച്ഛനായ. അങ്ങനല്ല, പണ്ട് എല്ലാരും ഓരോ ഇത് പറയും. എല്ലാരും എഞ്ചിനീയർ, ഡോക്ടർ, പട്ടാളം ഒക്കെ ആയിരിക്കും. ഒരു വെറൈറ്റിക്ക് പള്ളിയിലച്ഛൻ നേരെ പറയും. അതാകുമ്പോ പണിയില്ല. പള്ളിയിലച്ഛൻ അങ്ങനെ അധികാരം പറഞ്ഞിട്ടില്ല. ഇല്ല, എക്സ്പ്ലോർ ചെയ്യാത്തൊരു മേഖലയാ. അപ്പൊ അത് പിടിക്കാൻ അങ്ങനെ ആരും പറയാറില്ല. ശരി, ഞങ്ങൾക്ക് അച്ഛൻ മാത്രമേ പറയത്തുള്ളൂ. പള്ളിയിലച്ഛൻ അങ്ങനെ ചുമ്മാ പറയാനുള്ള ഇതാണോ അതാണോ? എന്നിട്ട് അത് വിട്ടല്ലേ? ഇനി പ്ലാൻ ഒന്നും ഇല്ലല്ലോ? പള്ളിയിലച്ഛനാവണ്ട എന്ന്, അല്ലെങ്കിൽ തെറ്റായി പോയി ഇത് പ്രായത്തിൽ നമ്മൾ ആ ഒരു സമയത്ത് ചുമ്മാ പറഞ്ഞ. എന്നിട്ട് അതെങ്ങനെ മാറിയെന്ന് ഞങ്ങൾ നോക്കുമ്പോ പള്ളിയിൽ എല്ലാവർക്കും അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് കാര്യങ്ങൾ. അങ്ങനെ നമ്മള് ഇപ്പൊ എന്തായാലും ഇവരെ ഇഷ്ടം ആൾക്കാർക്ക്. ഇനിയിപ്പോ പള്ളിയിലച്ഛനാവേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇവരെ പുറത്തിറങ്ങുമ്പോ ഇത് അച്ഛനാണെന്ന് ആൾക്കാർക്ക് അറിയത്തില്ല. ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ അച്ഛനാവേണ്ടെന്നുള്ള നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന സഭാവിശ്വാസികൾ സന്തുഷ്ടരായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതെ 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 അതെ. അല്ല, ആർക്കായിരുന്നു? കെവിനല്ലേ പള്ളിയിലച്ഛനാവണം? ഞാൻ അന്ന് ചുമ്മാ പറഞ്ഞാ. പിന്നെ എനിക്ക് തോന്നി, ഞാൻ എന്തിനാ പള്ളിയിലച്ഛൻ? പള്ളിയിലച്ഛനാവണമെങ്കിൽ തന്നെ ഇച്ചിരി വിശുദ്ധിയൊക്കെ വേണം. അത് നിനക്കില്ലെന്നാണ് പറയുന്നത്? എനിക്കത് ആണോ? കെവിന് ആ വിശുദ്ധി കുറവുണ്ടോ ഇപ്പൊ? ഏയ് ഉണ്ടോ? അപ്പൊ അവിശുദ്ധി ഇല്ലാത്ത വിശുദ്ധി ഇല്ലാന്ന് മനസ്സിലായപ്പോ ഞാൻ ആ തീരുമാനം വേണ്ടെന്ന് തീരുമാനം. ആ ഒരു പർട്ടിക്കുലർ മൊമെന്റ് വിശുദ്ധി ഇല്ലെന്ന് തിരിച്ചറിഞ്ഞത് എപ്പോഴായിരുന്നു? ആലോചിക്കണം, 4ാം ക്ലാസ് ആണ്. 4ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിലാണ് ഞാൻ എൻ്റെ ഭാവി ചിന്തിക്കുന്നത്. വേണ്ട, വിശുദ്ധി നമുക്കില്ല, അതുകൊണ്ട് ഈ പരിപാടിക്ക് ഇറങ്ങണ്ടെന്ന്. 4ാം ക്ലാസ്സിൽ നിന്റെ വിശുദ്ധി പോയായിരുന്നോ? ഞാൻ ചുമ്മാ പറയുന്നത്, എന്നെ അങ്ങനെ ആക്കല്ലേ. അല്ല, അതിനങ്ങനെ പറയാൻ കാര്യം അല്ല, ഞാൻ അന്ന് ഓരോരുത്തരും ഇതാവണോ അതാവണോ എന്ന് പറയുമ്പോൾ വെറൈറ്റിക്ക് പറഞ്ഞു. എനിക്ക് അന്നൊന്നും വലിയ ആഗ്രഹങ്ങളില്ലായിരുന്നു. ഇവനത് പറഞ്ഞില്ല. അപ്പൊ ഞാനും ആ കൂട്ടത്തിൽ അങ്ങ് തള്ളിയിടാന്ന് പറഞ്ഞു. കൊച്ചച്ഛനാവാന്ന് പറഞ്ഞു. വലിയച്ഛൻ, ഞാൻ കൊച്ചച്ഛൻ. അല്ല, ഇപ്പൊ ഈ പ്രായത്തില് ഇങ്ങനെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആൾക്കാർ തിരിച്ചറിയാവുന്നത് എനിക്ക് തോന്നുന്നു. അവിടെ ഇപ്പോഴും മില്യണൊക്കെ അടിക്കുന്ന വീഡിയോസ് നിങ്ങളുടെ മാത്രമേ ഉള്ളൂ. അപ്പൊ എത്രയും അല്ലേ ഉള്ളൂ. ഞങ്ങള് കാണാറില്ല നിങ്ങളെ. ഞാൻ കാണാറുണ്ട്. ഞാൻ കാണാറില്ല യൂട്യൂബിൽ. അല്ലല്ല, ഞാൻ യൂട്യൂബിൽ എന്റെ ബോധമുണ്ട്. അതെ അതെ, അത് നമ്മൾ രണ്ടുപേരല്ലേ പറഞ്ഞു. അല്ല, നിനക്ക് മാത്രമേ ബോധമുള്ളൂ. അവന് ബോധമില്ലെന്ന് ഓൾറെഡി പറഞ്ഞു. അവന് ബോധമില്ല അല്ലേ? നിനക്ക് ബോധമില്ലേ? അപ്പൊ ജാട ഉണ്ടെന്നല്ലേ പറയുന്നത്?
ഞാനങ്ങനല്ല, ഞാൻ യൂട്യൂബിൽ ഞങ്ങളുടെ സോറി എൻ്റെ വീഡിയോ അല്ല, ഞങ്ങളുടെ വീഡിയോ അങ്ങനെ ഞാൻ കാണാറില്ല. പണ്ട് കൊച്ചിലൊക്കെ കാണുമായിരുന്നു, എടുത്തങ്ങനെ കാണാറില്ല, ഞാൻ കാണാറില്ല അങ്ങനെ ശരിക്കും. എന്താണ് പറഞ്ഞപ്പോ എന്ത് തേങ്ങയാണ് നീ പറയുന്നത്? അല്ല, ഞാൻ അങ്ങനെ യൂട്യൂബിൽ ഞങ്ങളുടെ വീഡിയോ കാണാറില്ല. അവൻ കാണാറുണ്ട്. ഞാൻ കാണാറുണ്ട്. അവൻ അറിയാം മില്ലിൽ ഇവൻ അടിക്കും. കാണാറുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവൻ കാണുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. തേർഡ് പേഴ്സൺ വഴിയാണ് ഇവരെല്ലാം കാണുന്നത്. Straight forward അല്ല. അത് എത്ര ആയിടാ? അങ്ങനെയാണെങ്കിൽ ഇവൻ വിശുദ്ധിയും കാണുന്ന പോയത്. എന്റെ കണ്ണിൽ കൂടെ ആയിരിക്കും ഞാൻ എന്റെ കാണുന്നത്. ഇവൻ കാണുന്ന ഇൻസ്റ്റയിൽ ഞങ്ങൾ ഇടുന്ന കണ്ടന്റ് എത്രയായി എന്തായി അതാണ് ഇപ്പൊ ഇവന്റെ മനസ്സിലോടുന്ന മൊത്തം. നിങ്ങ- അത് 80 കയ്യിൽ നിൽക്കുകയുള്ളൂ, അതേ ഉള്ളൂ, അവന്റെ മനസ്സിന് അത് പോയിട്ടില്ല അല്ലേ? അത് നിന്നെ അടിക്കാൻ വേണ്ടിയാ, അത് 100 കടക്കാൻ വേണ്ടി അവനിപ്പോ ശ്രദ്ധിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അല്ലല്ല, ഞങ്ങള് രണ്ടുപേരും ഒരുമിച്ച് ഇടുന്നത്. ഒരേ ആന്ന്, പക്ഷെ ഇൻഡിവിജ്വലി വളർച്ചവനാണല്ലോ. ഞങ്ങള് കൊളാബായിട്ടാ ഇടുന്നത്. 3 അക്കൗണ്ടിലാ. മെയിൻ അക്കൗണ്ടിലാണ് ഈ കണ്ടന്റ് ഇടുന്നത്. എന്നിട്ട് നിങ്ങൾ ഞാൻ കണ്ടിട്ട് കഴിഞ്ഞ കൊള്ളാൻ ദിവസം ശ്രദ്ധിച്ചത് ഇവൻ 3 അക്കൗണ്ടായിട്ട് കൊളാബ് ചെയ്ത് ടോട്ടൽ 3 അക്കൗണ്ട്, എബിൻ കെവിൻ ആൻഡ് 2 others. അപ്പൊ ഇവൻ ആരുടെ ഈ കൊളാബ് ചെയ്ത് നോക്കിയപ്പോ ഒരു എവിന് ഒരു കെവിന്. കാര്യം അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാ. കാര്യം മറ്റേ അക്കൗണ്ടിന് റീച്ച് ഉണ്ടല്ലോ ഇതിനെ വെച്ച്, അപ്പൊ അത് റീച്ച് ആകുമ്പോ ഇതിൽ കയറി ഫോളോയും ചെയ്യും. എന്നിട്ടും നിനക്ക് 20,000 കുറവാണെന്ന് ആലോചിച്ച് പോയി. 20,000 കുറവെന്ന് പറയുന്നത് 80 ഉണ്ടെന്ന്. എനിക്ക് ഇപ്പൊ സഹതാപം തോന്നിയിട്ട് ഞാൻ ആദ്യമേ ടാഗ് അടിക്കുന്ന ഇവനെയാ. അപ്പൊ എടുത്തു നോക്കുമ്പോ ഫ്രണ്ടിൽ എവിൻ കെവിൻ കഴിഞ്ഞ അപ്പൊ നീ ഇത്ര നിന്റെ ആണോ എന്റെ അല്ലേ വെച്ചോണ്ടിരുന്നത്, ഞാൻ ഇവന്റെ വെക്കുന്നത്. ആരെങ്കിലും ക്ലിക്ക് ചെയ്താരെങ്കിലും ഫോളോ ചെയ്യട്ടെ എന്ന്. എന്നിട്ടും 20 കുറവാണെന്ന് പറയുമ്പോ കെവിനെ കർത്താവ് കോപിച്ചതല്ലേ? അത് തന്നെ, പള്ളിയിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയത് കൊണ്ടാണ് ഈ ഇത്രയും പ്രശ്നം വരുന്നത്. എനിക്കൊന്ന് നീ അത് തിരുത്തി ചിന്തിച്ചാൽ ഞങ്ങളുടെ നീ ആയിരിക്കും ആദ്യം മില്ലിനടിക്കുന്നത്. അളിയൻ ഇതുപോലെ പള്ളിയിൽ അച്ഛനാകാൻ വേണ്ടി പോയത് കത്തോലിക്ക അവിടെ. നിങ്ങളും കത്തോലിക്ക അല്ലേ? അല്ലല്ല, ഞങ്ങൾ CSI. ഞങ്ങളുടെ മൂത്ത ചേച്ചിയുടെ ഭർത്താവ് അളിയൻ ഇതുപോലെ അച്ഛനാവാം, അവിടെ കുറെ ഫുഡ് കിട്ടും പരിപാടി അതൊക്കെ പറഞ്ഞേ കൂട്ടുകാരനെ വിളിച്ചോണ്ട് പോയാൽ നമുക്ക് അച്ഛനാവാന്ന് പറയും. കൂട്ടുകാരൻ അച്ഛനെ 5ാമത്തെ ദിവസം അളിയനെ വിളിയിട്ട് അവിടെ കഞ്ഞിയും പയറും മാത്രമുള്ളെന്ന് പറഞ്ഞ് അളിയൻ പോയി. കൂട്ടുകാരനിപ്പോ അച്ഛനെ കഴിക്കാൻ പറ്റത്തില്ല കത്തോലിക്ക അച്ഛന് ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലെന്ന് തോന്നുന്നു. എന്നിട്ട് നിങ്ങളെ പെങ്ങളെ കല്യാണം കഴിച്ചു പുള്ളി വന്നു. നിനക്ക് 2 പെങ്ങന്മാരല്ലേ? മൂത്ത 2 പേരുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ലേ? അവർ 2 പേരും ഇവിടെ. ഒരാളിപ്പോ UK ഇളയ ചേച്ചി UK ഇളയാളായിരുന്നോ ബമ്പർച്ചിരി വന്നത്? അത് തന്നെ. ഇളയാളല്ല, മൂത്തയാളാ. അല്ല, ഇളയാളാണ് ബമ്പർച്ചിരി. നമ്മുടെ നിങ്ങൾ എപ്പിസോഡിൽ ആൾക്കാർ കണ്ടാൽ അറിയാൻ വേണ്ടി സോറി, മൂത്ത ചേച്ചി. മൂത്ത ചേച്ചിയാണ്. അവന് കാര്യം പെട്ടെന്ന് മനസ്സിലാവും. ബമ്പർച്ചിരി വന്ന് നടന്ന കല്യാണം ഇളയ ചേച്ചി. ഇളയ ചേച്ചിയുടെ, പക്ഷെ ബമ്പർച്ചിരി എപ്പിസോഡിൽ വന്നിരുന്നത് മൂത്ത ചേച്ചിയാണ്. ഇളയ ചേച്ചി ഇച്ചിരി ശയ്യ, നിങ്ങളെ പോലെ തന്നെ. അങ്ങനെ പറഞ്ഞപ്പോൾ ചേച്ചിക്ക് ഒരു പ്രോഗ്രാം കിട്ടിയാൽ ചേച്ചി ഇതുപോലെ നിങ്ങളെ പോലെ എക്സ്ട്രോവേർട്സ് ആയി മാറിയേനെ. ചേച്ചിയുടെ ലീവിന് ഇതുപോലെ വന്ന് അന്നൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ചേച്ചി ആ വശത്തോട്ടേ അടുത്തില്ല. പക്ഷെ അളിയൻ ഇളയ ചേച്ചിയുടെ അളിയനെ, ഇളയ ചേച്ചിയുടെ ഭർത്താവ് പുള്ളി ഇതുപോലെ ചാടി നിൽക്കുന്ന ടൈപ്പാ. ഇവരുടെ ഇന്റർവ്യൂവിൽ അളിയൻ വരെ വരാറുണ്ട്. ഇവരെല്ലാവരും ഫുൾ ഫാമിലി ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. അളിയൻ ഇപ്പൊ ഫാമിലി മൊത്തം ഇപ്പൊ ഞങ്ങൾ ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ വിളിക്കുന്ന ചേച്ചിയുണ്ടോ അല്ലെങ്കിൽ ചേച്ചിയുടെ കൊച്ചുണ്ടോ എങ്കിലേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ചേച്ചിയുണ്ടോ, ചേച്ചി എന്നാ വരുന്ന അവരുടെ സൗകര്യത്തിനൊത്ത് നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം. കെവിനെ കുറച്ച് കഴിയുമ്പോൾ അവരും 80 ഫോളോവേഴ്സ് കഴിഞ്ഞു, അപ്പോഴും നീ 80 കിടക്കും, അവരെയൊക്കെ 20 കുറവായിരിക്കും. അത് ചേച്ചിക്ക് 95K, കെവിന് 5 കുറഞ്ഞ് 75K. സെപ്പറേറ്റ് വീഡിയോസ് ഇട്ട് തുടങ്ങുമോ? കണ്ടന്റ് അല്ല, സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ കണ്ടന്റ് പിരിഞ്ഞ് വന്നോണ്ടിരിക്കുക. ഡ്രസ് മാറി അങ്ങനെ പിരിയുവാന്നല്ല ഞാൻ ഉദ്ദേശിച്ച. സ്വന്തം ഐഡന്റിറ്റി അതിപ്പോ പിരിയാൻ വേണ്ടിട്ട് പിരിയുന്ന പോലെ ഉണ്ട്. അങ്ങനല്ല, അതല്ലേ ഐഡന്റിറ്റി ഒന്ന് ഇതാക്കാം, അത്രേ ഉള്ളൂ. ഇതിങ്ങനൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാരും വിചാരിക്കും അതാ നമ്മൾ ആദ്യം പറഞ്ഞല്ലേ മെച്യൂരിറ്റിയും ഇന്റലിജൻസും ഹ്യൂമൻ സെൻസും ഉള്ളവര്, ഒന്നിച്ചുള്ളവര്. ഇത് ഇത് കഴിയുമ്പോഴത്തേക്ക് പെമ്പിള്ളേരൊക്കെ ഇനി നിങ്ങളെ ശ്രദ്ധിച്ചോളും. കാരണം അവർക്ക് ഇത്ര നാൾ നിങ്ങൾ പിള്ളേർ കളിച്ച് നടക്കാന്ന് വിചാരിച്ചേക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പ്രത്യേകിച്ച് കെവിന്റെ കാര്യം വിശുദ്ധി പോയതാന്നൊക്കെ 20 ആൾക്കാർ നിങ്ങളെ കുട്ടികളാണെന്നാണ് വിചാരിച്ചിരുന്നത്. നിങ്ങൾ തമാശ മാത്രം പറയുന്ന കുട്ടികളാണ്. നിങ്ങൾക്ക് മെച്യൂരിറ്റി ഉണ്ടെന്നുള്ളത് ഈ പോഡ്കാസ്റ്റ് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. ഇനി സെറ്റാ, ഇനി സ്കൂളിൽ ചെല്ലുമ്പോൾ സെറ്റാവും. അയ്യോ, ഫാമിലി ഓഡിയൻസ് ഉണ്ട്. അത് പോയി, ആ 80ന്റെ കൂട്ടത്തിൽ അത് പോയിന്ന് കൂട്ടിക്കോ.
നിങ്ങളുടെ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഫാമിലി ചോദിച്ചാൽ കുറേ ആൾക്കാർ ആ എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരിക്കും ബമ്പർ സീരിയൽ ഫാമിലി വന്നിരിക്കുന്നത്. അപ്പം അതിലൊരു പെങ്ങൾ മാത്രമല്ല ഉള്ളത്. അത് ഭയങ്കരമായിട്ട് ഷൈൻ ടോമിന് ശേഷം ഇതാണ് ഏറ്റവും നന്നായിട്ട്. അത് ഷൈൻ ടോം പിന്നെ സെലിബ്രിറ്റി ആയതുകൊണ്ടാണ്. പക്ഷേ മറ്റേത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫാമിലി വെച്ച് തന്നെ അത്രയും ബിൽഡ് ചെയ്ത അടിപൊളി എപ്പിസോഡായിരുന്നു. അത് വേറൊരു കാര്യം, പുള്ളി തന്നെ നേരിട്ട് എന്നിട്ട് പുള്ളിയുടെ ഫ്രണ്ടിൽ ചെയ്യുന്നുണ്ട്. ഷൈനിന്റെ എപ്പിസോഡ് കയറിയത് ഞാൻ പറഞ്ഞത് ഫാമിലി ഉള്ളത് അതിലും കയറി. അതാണ് ശരിക്കും പ്യുവർ ഇത് കയറുന്നത്. പ്യുവർ കണ്ടന്റ് വാല്യൂ മറ്റേതാണ് ശരിക്കും. നിങ്ങളുടെ ഫാമിലിയെ വെച്ച് നിങ്ങളത് ബിൽഡ് ചെയ്ത് അത്രയും കയറ്റിയാണ് അടിപൊളിയായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ആരാന്ന് ചോദിച്ചത്. കാരണം കണ്ടവർക്ക് അറിയത്തില്ലല്ലോ ആരാ വന്നിരുന്നത്. ഇപ്പം മൂത്ത ചേച്ചി ഞങ്ങൾ ചേച്ചിയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നമ്മളാരെയും കണ്ടിട്ടില്ല. ഇല്ല. അപ്പനമ്മ കണ്ടിട്ടുണ്ട്. പെങ്ങന്മാരെ രണ്ടുപേരും കണ്ടിട്ടില്ല. കല്യാണത്തിന് ഞങ്ങൾ ആരും വന്നിട്ടില്ലായിരുന്നു. ഇല്ലല്ലോ, പോയിട്ടില്ല. ഇല്ല, ഞങ്ങൾ പോയിട്ടില്ല. വിളിക്കാഞ്ഞല്ല. വിളിക്കാഞ്ഞല്ല, ഞങ്ങൾ വരാഞ്ഞതാ. റെജിന്റെ ചേട്ടനല്ലേ ഇളയിച്ച കല്യാണം കഴിച്ചത് അന്ന്. അപ്പൊ ചേച്ചി ഞങ്ങളുടെ ഷോയ്ക്ക് അപ്പൊ ചേച്ചി വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. റെജിന്റെ ഫാമിലി ഒരു തവണ ഞങ്ങളുടെ കോട്ടയം ഷോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളില്ലായിരുന്നു. റെജിന്റെ ഫാമിലി അന്ന് ചേച്ചി വന്നിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ആക്സിഡന്റ് സംഭവിച്ചത് റെജിന് ആമയുടെ പുറത്ത് കയറി വീണത് അന്നാ. ആ പരിപാടി കഴിഞ്ഞ് പോകുന്ന വഴിക്കാൻ ആമ കടിക്കാൻ നിലത്ത് വീണിട്ട് ആമ കടിക്കാൻ വന്നു. എന്തൊരു തോക്കടല്ലേ ആമയ്ക്ക്. നമ്മള് പേടിച്ചു പോയി. ഷോയ്ക്ക് ഇവർ വന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും ഷോ കഴിഞ്ഞ് പോയി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അമ്മ വൈകുന്നേരം ആയപ്പോൾ രാത്രി പറയുന്നത് ഇതുപോലെ റെജിൻ വണ്ടി പോയ വഴിക്ക് റെജിൻ ആത്മഹത്യ നോക്കി അനീസിക്കയുടെ തമാശ കേട്ടിട്ട് അത് ആമയുടെ പുറത്തൊക്കെ കയറി വീണെന്ന് പറഞ്ഞാൽ ബൈക്ക് എടുത്ത് പോയ ബാക്കി എല്ലാരും കാറില്ല. നിങ്ങൾ നോക്കോ, ഞാൻ ബൈക്കിൽ വന്നോളാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നു? ഇതങ്ങ് ആരെങ്കിലും ചോദിക്കണം അങ്ങനെയൊക്കെ നിങ്ങൾ ഉണ്ടാവില്ല. ഈ ഇന്റർവ്യൂവിലും ഇതെങ്കിലും ചോദിച്ചായിരുന്നെങ്കിൽ അത് ചോദിച്ചായിരുന്നെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ നൈസായിട്ട് നിങ്ങൾ ശരിക്കും പ്ലാൻ ചെയ്യാറുണ്ടോ? നമ്മളിങ്ങനെ ഇപ്പം നിങ്ങളിങ്ങനെ വളർന്നു വരുന്ന സെലിബ്രിറ്റികളുണ്ടോ? നമ്മളെക്കാട്ടിലും വളർന്നിട്ടുണ്ട്. പറയാൻ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് രണ്ടുപേർക്കുള്ള ഫോളോവേഴ്സ് ഇതിന്റെ കുറഞ്ഞവനോ ഇടയ്ക്കിടയ്ക്ക് കുത്തി കുത്തി പറയുന്നത് കാരണം ഈ എപ്പിസോഡ് ഇറങ്ങുമ്പോഴത്തേക്ക് ആ 80K എന്നുള്ളത് 50 കുറയും. അതാണ്. അല്ല നിങ്ങളിങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്രായത്തിൽ ഇത്രയും പറഞ്ഞ പോപ്പുലർ ആവുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് തിരിച്ചറിയണം. പ്രത്യേകിച്ച് നിങ്ങളുള്ള ആൾക്കാർക്ക് ഭയങ്കര സ്നേഹം കൂടുതലാണ്. അപ്പം ഇത് പുറത്തു പോകുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യും? അതായത് ആൾക്കാർ വല്ലാണ്ട് സ്നേഹിച്ച് ബുദ്ധിമുട്ടിച്ച് എന്തെങ്കിലും? അങ്ങനെ ഇതുവരെ ആരും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല. ഞങ്ങളെ ചിന്തിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവരുടെ സൈഡിൽ നിന്ന് ചിന്തിച്ച് നോക്കും. ഒരു കാണാനുള്ള കൊതി കൊണ്ടല്ലേ വരുന്നത്. അത് ഞാൻ ഇന്ന് വരുന്ന വഴിക്കണ്ടായിരുന്നു. വഴിയിൽ ഒരാൾ കാർ കൊണ്ട് നിർത്തിയിട്ട് ഇങ്ങനെ വന്നേ എന്നെ മനസ്സിലായോ എന്ന്. അപ്പം ഞാൻ സാധാരണ തിരിച്ചങ്ങനല്ലേ നമ്മളെ. അപ്പോൾ ഇവനിങ്ങനെ ഇല്ല ഒന്നും ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇവൻ അവിടെ നിന്ന് ചേട്ടൻ TV കാണുന്ന അതെ പറയാം ബമ്പർച്ചിരി കാണുന്ന മഴവിൽ പുള്ളി ഐഡന്റിഫൈ എല്ലാവരും അതാ പറയുന്നത്. എന്നെ മനസ്സിലായോ? അവര് ചുമ്മാ ഒന്ന് ഇട്ട് വരുന്നത്. ഞാൻ അയ്യോ ഇല്ല അല്ല മനസ്സിലാക്കാനല്ലേ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ പരിപാടി കാണുന്ന. ഇതുപോലെ ചേച്ചി പള്ളിപ്പെരുന്നാളിന് ചേച്ചിയുടെ അവിടെ പോയ പള്ളിയിൽ ചേർത്തലിൽ. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു ആൻറ്റി ഇവനെ വലിച്ചു പിടിച്ചിട്ട് മോനെ എന്തൊരു ദിവസം മോൻ്റെ പരിപാടിയല്ലേ ഞാൻ കാണാനുള്ളത്. ഞാൻ പെട്ടെന്ന് സൈഡിൽ കൂടെ ഒന്ന് പോയാൽ ഞാൻ അവിടെ വന്ന് നിൽക്കുക. രണ്ടുപേരും കൂടെ ഞാൻ ഇങ്ങനെ ഇതേതായി മോൻ ഇതേതാ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാനോർത്ത് പിന്നെ എന്നാ ഉദ്ദേശത്തിന് ഇവനെ പിടിച്ച് വിളിക്കുന്നു. അവിടെയും ഞാൻ പറഞ്ഞില്ല ആ കുറവുണ്ട്. എനിക്ക് അന്ന് മറ്റേ ബാലഗണപതി സീരിയലുണ്ടായിരുന്നു. അതിനകത്ത് ഇതുപോലെ അതാ ശരിയാ ചോദിച്ചാൽ പറയും സീരിയൽ അഭിനയിക്കുന്ന പോലല്ലേ. നമ്മുടെ അടുത്തൊക്കെ അങ്ങനെ ചോദിക്കുമായിരുന്നു. D4 ഡാൻസ് അല്ലേ ചോദിക്കുമായിരുന്നു. നമ്മളെ എവിടോ കണ്ടിട്ടുണ്ടെന്ന് ഇവർക്കറിയാം, പക്ഷെ എവിടെയാണെന്ന് കറക്റ്റ് അറിയത്തില്ല. പിന്നെ നിങ്ങളുടെ കേസ് അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞങ്ങളുടെ കേസ് ഞങ്ങൾ മഹാദേവന് ഒരു 20 എപ്പിസോഡ് ചെയ്തിട്ടുണ്ടാവും 2 സീസണിൽ കൂടെ അല്ലേ. 20 എപ്പിസോഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെ 22 എപ്പിസോഡ് ചെയ്തിട്ടുണ്ടാവും. ജോൺ 18 എപ്പിസോഡ് ചെയ്തിട്ടുണ്ടാവും. ഞാനൊരു 10 എപ്പിസോഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെ 11 എപ്പിസോഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ കേസ് അങ്ങനെയല്ല. നിങ്ങളൊരു 50 കൂടുതൽ എപ്പിസോഡ് എന്തായാലും കുറഞ്ഞു 50+ ആണ് നിങ്ങളുടെ എപ്പിസോഡ് കൗണ്ട്. ആ എപ്പിസോഡ്സ് എല്ലാം ആൾക്കാർക്ക് ഇഷ്ടമുള്ള എപ്പിസോഡ്സും ആയിരിക്കും മിക്കവാറും. ഞങ്ങൾ ഇഷ്ടപ്പെടാൻ കാര്യം എനിക്ക് തോന്നുന്നു ഞങ്ങളൊന്ന് പിള്ളേരായതുകൊണ്ടും പിന്നെ ക്യാരക്ടറായതുകൊണ്ടും പിള്ളേർ കളിക്കുന്ന ഇങ്ങനെ സ്കിറ്റ് ചെയ്യുന്ന കാണുമ്പോൾ ആർക്കായാലും ഒരു കൗതുകമാണ് കണ്ടോണ്ടിരിക്കുക. ആ ഒരു ഇത് വെച്ച ഇത്ര നാളൊന്ന് പോയത് ഇപ്പോഴും അതുകൊണ്ട് എല്ലാരും പിള്ളേരായിട്ടുള്ള അതാ ഞാൻ പറഞ്ഞ ഈ എപ്പിസോഡ് ഇറങ്ങുന്നവരോട് ഏതൊക്കെ മാറും. നിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ട കാര്യവും പെൺകുട്ടികൾ വന്നില്ലെന്നുള്ളതിന്റെ വിഷമവും 4 പെൺകുട്ടികളെ കണ്ടപ്പോൾ നിന്റെ ആവേശം കാണുമ്പോൾ മനസ്സിലാവും. 4 വന്നിട്ടൊന്ന് പോയല്ലോ. നിന്റെ ആ അപ്സ് ആൻഡ് ഡൗൺസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങൾ പിള്ളേരല്ല, മെച്യൂരിറ്റി അടിച്ചു കഴിഞ്ഞു എന്നുള്ളത്. നീ ഇല്ലല്ലേ?
നിനക്ക് ഇപ്പം പറഞ്ഞു ഇതുവഴി ഒരു ബോർഡർ വെച്ചോ ഇപ്പം സംസാരിച്ച അല്ലെ അതാ പ്രശ്നം. എവിൻ കെവിൻ എന്ന് പറഞ്ഞ എന്തായാലും പ്രശ്നം ഉണ്ടാക്കിയാലും അങ്ങനെ എന്ത് പ്രശ്നമാണ് കെവിൻ ഉണ്ടാക്കിയത്? അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയൊന്നല്ല പറഞ്ഞ ഇനി ഉണ്ടാക്കിയാൽ കെവിൻ ഇതുവരെ ഉണ്ടാക്കാത്തൊരു പ്രശ്നത്തിന്റെ പേര് നീ ഇപ്പൊ അവനെ തള്ളി പറയുന്നത്. അത് കാര്യമാണ് പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ മുമ്പ് എടുത്തേ കൊണ്ട് നമുക്ക് മൈൻഡ് അത് ഒരേ സമയത്ത് പറഞ്ഞല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നു ഞങ്ങളോട്? എന്തെങ്കിലും ചോദിക്കാൻ? മറ്റേ കല്യാണക്കാരി അല്ലാതെ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടായിരുന്നു? കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാൻ കഴിഞ്ഞ കുറേ എപ്പിസോഡ് വരാൻ ഞാൻ ഇവരെ കൊണ്ട് വരത്തെ കഴിഞ്ഞ 15 ഇച്ചിരി കഷ്ടപ്പെട്ട് ഇല്ലേ നിങ്ങളിവിടെ എത്തിക്കാൻ. അത് തിരക്കായി പോയി. അതാ ഞങ്ങൾക്കറിയാലോ നിങ്ങൾ തിരക്കാനാണല്ലോ നമുക്ക് നിങ്ങളെ കിട്ടാൻ പാടുപെട്ടു. തിരക്കെന്ന് വെച്ചാൽ വേറെ പരിപാടിയല്ല, സ്കൂള്. ഇവിടെ വന്നു കഴിയുമ്പോ ഇതുപോലെ ചെയ്യാനാണെങ്കിൽ എളുപ്പമായിരുന്നു. അതെ, പക്ഷെ 15ാമത്തെ തവണയാണ് നമ്മളൊരു ഡേറ്റ് വെച്ചിട്ട് ലാസ്റ്റ് വരെ രണ്ടുപേരെയും കിട്ടണേ. ചെയ്തില്ലേ? അങ്ങനെ വിറ്റോക്സിന്റെ ആൾക്കാർ വർഷങ്ങളായിട്ട് ചോദിച്ച സാധനം നമ്മൾ നടത്തി കൊടുത്തു. ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പോട്ട് ഇല്ല, ശരിക്കും നിങ്ങൾക്ക് ഭയങ്കര ഫാൻസ്. എന്നോട് ഈയിടെ ഒരു പുള്ളിക്കാരി, ഞാൻ ചിക്കൻ മേടിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടുത്തെ അടുത്ത പുള്ളിക്കാരി ഇങ്ങനെ എന്നോട് കോഴിയെ കണ്ടപ്പോഴാണ് ആ പിള്ളേര് അവർ നല്ല പിള്ളേര് അല്ല ചിക്കൻ വാങ്ങിക്കാൻ പോയെന്ന് പറയേണ്ട കാര്യം കുറച്ചുകൂടി ഡീസന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കടയിലെ ചേച്ചി എന്നോട് പറയുമായിരുന്നു ഇങ്ങനെ എന്തോ ഇപ്പൊ മറ്റേ പരിപാടി ചെയ്യുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഞാൻ വിശേഷമൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് നമുക്കിവിടെ TV ഇല്ല, വീട്ടിൽ TV ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് 8 കൊല്ലമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോട് അപ്പോൾ പിന്നെ എൻ്റെ പരിപാടി കണ്ടിട്ടുണ്ടെന്നല്ല, പരിപാടി നല്ലതെന്നിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു TV ഇല്ല 8 വർഷമായിട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് മൊബൈലിലൊക്കെയാണ് ഇങ്ങനെ മോളൊക്കെ കാണിക്കുമ്പോഴൊക്കെയാണ് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വല്ലപ്പോഴും അത്രയും കുറച്ചേ ബമ്പർ ചെയ്യുന്നു. ഞാൻ ആ വീടിന് അടുത്തായതുകൊണ്ടാണ് എൻ്റെ കണ്ടന്റ് കണ്ടിട്ടുള്ളത്. പിന്നെ അവർക്ക് ആകെ ബമ്പർച്ചിരി എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാവുന്നത് നിങ്ങൾ രണ്ടുപേരെയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ കോട്ടയത്തുനിന്ന് 2 പിള്ളേരില്ലേ? ഞാൻ പിന്നെ ഇങ്ങനെ പറയാ എവിൻ കെവിൻ, അവരുടെ വീട് മറ്റേ മനോരമ ജംഗ്ഷനില്ല. ഞങ്ങള് കോട്ടയത്തുള്ള ആർക്കും അറിയത്തില്ല. എന്റെ നാട്ടിൽ വിലയില്ലെന്നാണ് നീ പറയുന്നത്? വിലയില്ല, നമ്മള് ടൗണിലായോണ്ടേ ചുറ്റുമുള്ള ആൾക്കാർക്ക് അങ്ങനെ ടൗൺ പ്രദേശമാണ്. അല്ല, ടൗണിൽ കോട്ടയം ടൗണിൽ എങ്ങനെ കളിച്ചാലും 20,000 കൂടുതൽ ആൾക്കാരുണ്ട്. അവരറിയാമെങ്കിൽ എങ്ങനെ 100 രൂപ അടിച്ചത്. അപ്പൊ അവർക്ക് എന്തായാലും അറിയത്തില്ല. അപ്പൊ ടൗണിലും അറിയത്തില്ല, കോട്ടയം ചുറ്റുമില്ല, ടൗണിലും എന്ത് പറയണമെന്ന് അറിയത്തില്ല. 4 വശത്തൊന്നും പൊളിഞ്ഞോണ്ടിരിക്കും, ഓടാനും പറ്റൂല. ഞാൻ ആദ്യമേ കിട്ടുമ്പോ തിരിച്ചു പറയില്ല, അപ്പൊ കൊറേ കിട്ടിക്കൊണ്ടിരിക്കും. അത് തന്നെ, അവൻ നിർത്തിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാ. ഈ എപ്പിസോഡിൽ ആരാ ഏറ്റവും കൂടുതൽ കൊണ്ടടിച്ചത്? ഇതിൽ ഞാൻ അങ്ങനെ വായനക്കിട്ട് പോയി. ഞാൻ ആകെ വായനക്ക് മാത്രമേ ഉള്ളൂ. ഇവർക്ക് വേറൊരു ഭയങ്കര ടാലന്റ് ഉണ്ട്. ഇവർ പെട്ടെന്ന് സ്പോട്ടിൽ ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യും. നിങ്ങൾ ഇപ്പൊ ചെയ്യാറില്ലേ? ഇപ്പൊ അങ്ങനെ അത് അവരിങ്ങനെ സാധാരണ ഒരു മനുഷ്യൻ നടക്കുന്ന പോലെ അല്ലായിരിക്കും അവരൊക്കെ നടക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഇത് കൊള്ളാലോ, നമ്മളിങ്ങനെ നോക്കിയിരുന്നു നടക്കുന്നൊക്കെ കാണുമ്പോഴേ. ആൾക്കാരുടെ ചിരി, നമ്മളെ ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യും? ജോൺ ജോർജ് ചെയ്യൂലേ? പുള്ളിയെ മുഖം പോലും കാണാൻ കിട്ടത്തില്ല, ഇടയ്ക്ക് ഒരുപാട് മുടിയും കൂടെ. അപ്പം അതായത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പിള്ളേരെ കൊണ്ടുവന്നിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. നമ്മള് വിളിച്ചത് ട്വിൻസ് ആയിട്ടുള്ള ഒരുമിച്ച് ഇത്രയും സ്ക്രിപ്റ്റുകൾ ചെയ്തിട്ടുള്ള ഭയങ്കര അതുല്യ കലാകാരന്മായിട്ടുള്ള എവിനെയും കെവിനെയും ആയിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയത് ഇൻഡിവിജ്വൽ ആയിട്ട് വളരുന്ന എവിനും വെറും കെവിനും. 80K 103K അതല്ലേ? 103 ഇല്ല, എത്ര ഉണ്ട്? 101. അവനതാ മുമ്പേ ഫോണിൽ നോക്കിയത്. ബ്രോഡ്കാസ്റ്റ് അടിച്ചിട്ടുണ്ട് ഒരെണ്ണം കുറഞ്ഞു. ഇവര് അന്ന് കുട്ടികളായിട്ട് ഇന്ന് കുറെ എപ്പിസോഡ്സ് ഒക്കെ അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ടാക്കി. എനിക്ക് നിങ്ങൾ കുറച്ചുകൂടെ മുതിർന്നു, വലിയ കുട്ടികളായി നിങ്ങൾ. നിങ്ങളുടെ മുഖത്തിനൊക്കെ നല്ല മാറ്റമുണ്ട്. മീശ കളിച്ചു തുടങ്ങി, സൗണ്ട് മാറ്റം വന്നാൽ ഞാൻ നിങ്ങളുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറുന്നുണ്ട്. സംസാരിക്കുന്ന സീരിയസ് ആയിട്ട് സംസാരിക്കും. പണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെറിയുന്ന എപ്പോഴും ഒരു മോഡലായിരിക്കും സംസാരിക്കുന്നത്. ഇവൻ അവൻ. ഇപ്പം നിങ്ങൾ തമാശയ്ക്ക് ഞങ്ങൾ ചുമ്മാ അടി ഉണ്ടാക്കാൻ നോക്കിയതല്ലാതെ നിങ്ങൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ നിങ്ങൾ ഇപ്പോഴും ഇന്നും അടി ഉണ്ടാക്കിയിട്ടാണ് വന്നതല്ലേ? അത് ഇന്നലെ ചെറിയൊരു അടിയായിരുന്നു. പിന്നെ ബാക്കിയവർക്ക് പറഞ്ഞു, അതായത് ഇവൻ ഒന്ന് പറയും, ഇപ്പൊ ഞാൻ പറയും അത് വേണോ, അത് ശരിയാവൂല. ഇന്നലെ നമ്മൾ ഒരുമിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ അമ്മ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ അമ്മ ഇന്നലെ വന്നിട്ടില്ലായിരുന്നല്ലേ? ഷുഗറിന്റെ ഉള്ളതുകൊണ്ട് ചെക്കപ്പിന് പോണായിരുന്നു കോട്ടയത്ത്. അപ്പൊ അമ്മയില്ലാതെ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ അടി വീഴും. അപ്പൊ
ശിവയാണല്ലോ ഇവരുടെ മറ്റേ Caretaker. കെയർടേക്കർ. അപ്പോഴത്തേക്കും ഈ അമ്മയെ വിളിച്ചു വന്നപ്പം പറഞ്ഞു ആൻറ്റി ഞാൻ ഒന്ന് വിളിക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യം പറയണമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവന്മാരെ ചുമ്മാ എരിവ് കയറ്റാൻ വേണ്ടി. അപ്പോൾ ഇവർക്കും ഈ പറഞ്ഞ മറ്റേ പരിപാടിയാണല്ലോ അവിടെ നമ്മളെയൊക്കെ എടുത്തിട്ട് ഇവന്മാരെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇവന്മാരെ എടുത്ത് സംസാരിക്കാൻ പറ്റാത്തത് നമ്മൾ മറ്റേ ആ ടോണിലാണല്ലോ മിണ്ടുന്നത്, ഫോർമലായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇതുപോലെ ശിവ പറഞ്ഞു ഇയാള്. അപ്പം മറ്റേ എവിൻ പറയുന്നുണ്ട് അമ്മയുടെ ചുമ്മാ ശിവ ചുമ്മാ അവിടെ കിടന്നുണ്ട് ഉമ്മ ബഹളം വെക്കണം ഉമ്മ വെറുതെ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ശിവയെ കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ ആൻറ്റിയും വിചാരിക്കുമല്ലോ വെറുതെ ആയിരിക്കും ചുമ്മാ കളിയാ തമാശക്കാന്നൊക്കെ. അപ്പം മറ്റേ നമ്മുടെ അരുൺ ബെല്ലാണ്ടെന്ന് പറഞ്ഞിട്ട് ശിവയുടെ കൂടെ ഇപ്പം പെയർ കളിക്കുന്ന അയാളുണ്ട്. അപ്പോഴത്തേക്ക് അവനും ഇതുപോലെ ഞാൻ വിളിക്കും എന്ന് പറയുന്നത് മറ്റേ നമ്പറിൽ. അപ്പോൾ ഇവന്മാർക്ക് ആ ഒരു സാധനമുണ്ട്, ഇവന്മാരിങ്ങനെ ഒരു പോയിന്റ് ഒരു നമുക്കറിയാം വിളിക്കാന്ന് പോലെ നിങ്ങളെയും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മൂലക്ക് ഈ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് എടാ മാറ, അതിന്റെ ഇടയ്ക്ക് പുള്ളി ഇത് കളിക്കുന്നുണ്ട്. ആ നമ്പറല്ല ഈ നമ്പർ കളിക്കുന്നുണ്ട് പുള്ളി. സുരേഷ് കൃഷ്ണ ഇടയ്ക്ക് വന്ന് കളിച്ച് നീ അത് വേണ്ട സൈഡിൽ നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുക. കാണിച്ചോ? അമ്മ കാണിച്ചു. എന്നിട്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡ് വിളിച്ച് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാര് വിളിച്ച് പറഞ്ഞ് അമ്മ കാണിച്ചടാ. എന്നിട്ട് അമ്മ വന്നിട്ട് എന്താ പറഞ്ഞു? ഞാൻ അമ്മയുടെ അടുത്ത് തർക്കിക്കും, അമ്മ ചുമ്മാ പറയുന്നത് ഇങ്ങനൊന്നും ഇല്ല ആണോ ഇത് ഫേക്ക് ആണ്. അത് ഞങ്ങളല്ല, ഇത് ആണ്. അമ്മയ്ക്ക് അറിയാൻ വയ്യാതെ ഇന്നത്തെ കാലത്ത് അല്ല ഞങ്ങൾ സ്നേഹം. ആ കെവിൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഇല്ലാഞ്ഞിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതാണോ? ആ വീഡിയോ ഇറക്കി ചിലപ്പോ നിന്റെ കേറും കേട്ടോ. എന്ത് ഈ അടിയുടെ നിന്റെ ഫോളോവേഴ്സ് കേറുവന്നു. ഏത് ഈ അടിയുടെ? ആ വീഡിയോ നിന്റെ അക്കൗണ്ടിൽ മാത്രം ഇട്ടാ അതില് 100K അടിക്കും. ഫോളോവേഴ്സ് കൂടെ എന്തോന്നൊക്കെ. എടാ എനിക്കൊരു പ്രശ്നമില്ലടാ, ഇവരാണ് എഴുതി വെക്കുന്നത്. പക്ഷെ നിനക്ക് ചെറിയ വിഷമമുണ്ട് വന്നപ്പോ. നിന്റെ മുഖത്ത് ആ പ്രസന്നത കുറവുണ്ട്. ഇല്ല ഇല്ല, കണ്ണീര് തുടച്ചോണ്ട് പറയുന്ന കറക്റ്റ് ആണ്. തുടച്ചോണ്ട് പറ, ഇതൊന്നും വലിയ കാര്യമാക്കണ്ടേ. ഓക്കെ, നമ്മുടെ ജീവിതത്തില് മറ്റേ ബി ലൈക്ക് കെവിൻ എന്നാ ഞാൻ പറയുന്നത്. നീ പറ ബി ലൈക്ക് കെവിൻ. എന്തുകൊണ്ടാ എനിക്ക് പെട്ടെന്ന് ഞാനിങ്ങനെ പറയുമ്പോ പ്രോസസ് ചെയ്തിനകത്ത് ആരാണെന്നുള്ളപ്പോ ഞാൻ കെവിൻ എന്തുകൊണ്ട് കെവിൻ പറയണ കേൾക്കാതിരിക്കണം? അല്ല അതെന്തുകൊണ്ടാ അവന്റെ ക്വാളിറ്റികളെന്ന് കെവിന്റെ ക്വാളിറ്റിയോ 103 ഫോളോവേഴ്സ് ഒന്ന് തോപ്പിച്ചേ. ഞങ്ങള് ഒരു ഇത് കൊണ്ട് ചോദിക്കുന്ന ബി ലൈക്ക് കെവിൻ എന്ന് പറയാൻ എന്തുകൊണ്ട്? ബി ലൈക്ക് കെവിൻ എന്ന് പറഞ്ഞാൽ എവിൻ എല്ലാ കാര്യത്തിലും ഭയങ്കര സിമ്പിൾ ആയിട്ട് എടുക്കുന്നു, ഒന്നും പ്രശ്നമാക്കുന്നില്ല. ഇവൻ കുരുട്ട് ബുദ്ധിയവന്. ഞാനിങ്ങനെ ഇത് മൊത്തം റിവീൽ ചെയ്യണമെന്ന് ഓർത്തിട്ട് ഇവരിങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് അവിടെ അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും ഇതുപോലെ എന്നെ എവിൻ കറക്റ്റ് കാര്യം പറയുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സത്യം പറയല്ലോ ഇവൻ പൊട്ടനാ, സീരിയസ് ആയിട്ട് ഇവൻ പൊട്ടനാ. പറയുകയും ചെയ്യും വഴക്കും വാങ്ങിക്കും. എനിക്കറിയാം വഴക്ക് കിട്ടുമെന്ന് എനിക്ക് നേരത്തെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ മാറിപ്പോകുന്നത്. ഞാൻ സ്ഥലത്ത് നിൽക്കത്തില്ല, വീട്ടിൽ ഇതുപോലെ തന്നെ എന്തേലും ഒരു പ്രശ്നം ഉണ്ടല്ലേ, ഞാൻ എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കിയ അപ്പനോ അല്ലെങ്കിൽ ഇവനോ വല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അവസാനം കറങ്ങി തിരിഞ്ഞ് ആരുടെ തലയിൽ എത്തുമെന്ന് നമുക്കറിയാം. ഫോളോവേഴ്സ് കുറവുള്ള ആളുടെ അടുത്ത് തന്നെ എത്തും, കാരണം അങ്ങനെയാണ് സമൂഹം. നീ പറയണ അല്ല പറഞ്ഞു കഴിഞ്ഞു അത് തലയിലെത്താതിരിക്കാൻ വേണ്ടിയാണ് നീ. അല്ല ഇവൻ അല്ലെങ്കിലും ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഇനിയും പറ ബി ലൈക്ക് കെവിൻ ക്വാളിറ്റീസ്. അതല്ലേ പറഞ്ഞു, അവൻ എല്ലാത്തിനും ചില്ലായിട്ട്, അവന് പേടിയില്ല ഒന്നിനെ, അവനത് കൂളായിട്ട് എടുക്കുന്നത്, അതുകൊണ്ട് അവൻ തുറന്ന് സംസാരിക്കുന്നത്. രണ്ടുപേർക്കും ഒറ്റ അച്ഛനായി പോയില്ലേ? അതാ മഹാദേവനെ പറയേണ്ടത്. നിന്റെ ടീമായ അവൻ എന്റെ ടീമായിരുന്നു. കാരണം ഫോളോവേഴ്സ് ഇല്ലെങ്കിലും കൂടെ, അതായത് നമ്മൾ ഒരുമിച്ച് ഒരു വർക്ക് ചെയ്യുന്നു നമ്മൾ രണ്ടുപേര് തമ്മിൽ, എന്നിട്ട് ആ സാധനത്തിൽ ഒരാളെ കയറി പോവുക, നമ്മളിങ്ങനെ തകർച്ചയുടെ വക്കിൽ നിൽക്കുക, ഫോളോവേഴ്സ് ഇല്ലായിരിക്കും. അത് 20,000 വലിയൊരു മാർജിൻ. ശരിയല്ലേ? അങ്ങനെ മാധവനൊക്കെ ബമ്പർച്ചിയിലേക്ക് ഒരേ സാധനം തന്നെ എത്ര എപ്പിസോഡിൽ അടിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ എപ്പിസോഡിന്റെ പേര് 80K എന്നാ, 80K. അനീസിക്കാനേക്കാളും പഴക്കമുള്ള കോമഡികളൊക്കെ. പക്ഷെ അതിനൊരു മധുരമില്ലേ, ഷുഗർ ഉണ്ട്. ഷുഗർ ഉണ്ട്, അത് അവർക്ക് അറിയത്തില്ല. പിന്നെ നിങ്ങളുടെ അമ്മയ്ക്ക് ഷുഗർ ഉണ്ട്, പിന്നെ അനീസിക്ക് ഷുഗർ ഒന്നും.
അവൻ്റെ കൂടെ പഠിച്ചായിരിക്കും. പോടാ, ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. മുമ്പത്തെ ബാച്ചിലാണ്. മുമ്പത്തെ ബാച്ചിലാണ്. അങ്ങനല്ല, ഞാൻ പഠിത്തത്തിനൊന്നും പറ്റില്ല. എനിക്ക് സ്കൂളിലൊന്നും പോകുന്ന ഇഷ്ടമല്ലായിരുന്നു. നിങ്ങൾ ആദ്യം അനീസൊക്കെ കണ്ടപ്പോ നിങ്ങൾ അച്ഛനെ ഓടുമായിരുന്നു മറ്റേ സീസൺ 1 വെച്ച്. കാരണം അനീസൊക്കെ പണ്ടിന്റെ റാഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ടുപേർക്ക് ഏകദേശം എന്നെ 80 നിങ്ങളെ പ്രായം വെച്ച്. അതന്നെ ഇവന് മാധവൻ വന്ന കാലം തൊട്ട് പറയുന്ന സാധനം ഇതാ, അനീസിക്കയുടെ പ്രായം. പക്ഷെ അവനറിയാൻ കണ്ട അവനെയൊക്കെ ചെറുപ്പമായി എനിക്കുന്നു. അത് ഞാനും ഇന്ന് പറഞ്ഞില്ലേ നമ്മൾ. അല്ല സീരിയസ്ലി പറയാലോ അനീസിക്ക ചെറുപ്പമാണ് മുഖം കാണുമ്പോ. അതെ ചെറുപ്പന്നല്ല വേറെ പലതും കണ്ട അതിലും ചെറുതാ. പിന്നെ നിങ്ങൾ ചിരിക്കരുത് ഇതിന്. പിന്നെ അടൽ ചോക്കായി നിങ്ങൾ ചിരിക്കരുത്. എന്തുവായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല കേട്ടോ. അനീസൊക്കെ കണ്ടാ ചെറുതായിരുന്നത്. എന്തോ മുടിയായിരിക്കും ഉദ്ദേശിച്ചത്. ഞാൻ വിശ്വസ് ചെയ്തു. അപ്പൊ അനീസക്ക. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങൾ ഹാപ്പിയായി നിങ്ങളെ കൊണ്ടുവന്ന് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാൻ പറ്റിയതിൽ. നിങ്ങൾ ഹാപ്പിയാണല്ലോ. നമുക്കറിയാവുന്നവരുമായിട്ട് ഇന്റർവ്യൂ. അതാണ് ഇത് ഇന്റർവ്യൂ ആയിപ്പോയില്ല. അതാണ് പ്രശ്നം. നമ്മള് ഇന്നലെയും കൂടെ നമ്മൾ ഇത്രയും ദിവസം ഒരുമിച്ച് അവിടെ നിന്നിട്ട് വന്നിട്ട് ഇന്ന് ഫോർമലായിട്ട് നമുക്കെന്നാത്തിന് നമ്മൾ ഒരു പരിധിക്കപ്പുറത്ത് മറ്റേ നമ്മൾ സാധാരണ എങ്ങനെ ഇടപഴകുന്നു അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഇത് കാണുമ്പോഴത്തേക്കും വിചാരിക്കും പാവം പിള്ളേർ ഇവന്മാർ എന്തൊക്കെയല്ല അങ്ങനെ എന്നൊക്കെ. ഇവന്മാരാണ് നമ്മളെ എഴുതിട്ട് നമ്മൾ ഇത്തിരി ഒന്ന് പിടിച്ച അങ്ങനെ സംസാരിച്ചത്. അതുകൊണ്ട് നമ്മൾ ഇന്റർവ്യൂ അല്ല, പോഡ്കാസ്റ്റ് ജസ്റ്റ് കഥകൾ സംസാരിക്കുന്ന ഒന്നുമില്ല. ഇന്റർവ്യൂല് മൈക്കില്ല, പോഡ്കാസ്റ്റിൽ ഇങ്ങനെ മൈക്കുണ്ട്. അതെനിക്ക് ഇതുവരെയായിട്ട് പോഡ്കാസ്റ്റും ഇന്റർവ്യൂ തമ്മിലുള്ള വ്യത്യാസം. ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ഒരാൾ വന്നത് പ്രിപ്പയർഡ് ക്വസ്റ്റ്യൻസ് വന്ന് ഇങ്ങനെ ചോദിച്ച് അതിന് ആ ഡീറ്റെയിൽസ് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പോഡ്കാസ്റ്റ് അങ്ങനല്ല, നമ്മൾ ചുമ്മാ തോന്നുന്ന പോലെ കഥ പറഞ്ഞ് ഇങ്ങനെ കയറി പോകായിരുന്നല്ലോ. അങ്ങനെ അല്ല പോയത്. അതുകൊണ്ട് അത് തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ പോയത്, ഇടയ്ക്ക് തട്ടിമുട്ടി നിന്നതും. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇതുപോലത്തെ ഒരു പ്രോഗ്രാം നടത്തണമെന്നാണ്? അല്ലല്ല, എവിനെയും പ്രോഗ്രാമിൽ കൊണ്ട് നിർത്തണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അത് സൂപ്പർ സാധനമില്ല, അത് നമുക്ക് അങ്ങനല്ല. നമ്മൾ ശരിക്കും എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചത് നിങ്ങൾ രണ്ടുപേരായിരുന്നു. ചോദിക്കുന്നുണ്ട്, അത് കൊണ്ട് നിർത്താൻ പറ്റി ഹാപ്പിയാണ്. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇങ്ങനത്തെ ഷോ നടത്തണം എന്ന് മാത്രമല്ല, നമുക്ക് പിന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യണം. സ്റ്റാൻഡപ്പ് ഷോസ് ചെയ്യണം, ഇന്റർനാഷണൽ ഷോസ് ചെയ്യണം, സിനിമ കിട്ടുവാണെങ്കിൽ ചെയ്യണം. നിങ്ങൾ ചെയ്തിട്ട് മതി, ബാക്കിയുള്ള മതി. കാരണം നിങ്ങൾക്ക് കിട്ടാൻ കൂടുതൽ പാട്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം കിടപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കിട്ടി സെറ്റായിട്ട് മതി ഞങ്ങൾക്ക്. നിങ്ങൾ ഭാവിയിലോട്ട് എന്തായിരിക്കും അടുത്ത ഒരു 10 വർഷത്തിൽ കെവിൻ എന്തായിരിക്കും ചെയ്യുന്നത്? പൃഥ്വിരാജ്, സുകുമാരനൊക്കെ പറയണവർ പറയുകയാണെങ്കിൽ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ അന്നും ഫോളോവേഴ്സ് 82K. 10 വർഷം മാറ്റമുണ്ട്. 80 മാറ്റി പിടിച്ചല്ലേ? 82 വർഷത്തിന് ശേഷം ശരിയല്ലേ? 10 വർഷത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും? അല്ല, ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് പറയാൻ പറ്റും. തീരുമാനങ്ങൾ അങ്ങനെ എടുത്തിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ അങ്ങനെ നീ നിന്റെ കാര്യം പറ. ഞാൻ ഇതുവരെ ഒന്നും അങ്ങനെ ആയിട്ടില്ല. എന്തേലും ഒരു സാധനത്തിലോട്ട് ആയതിനു ശേഷം പറയാലോ. എനിക്കിപ്പോ ഈ +2 ഒന്ന് എഴുതി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് എടുക്കണമെന്നുണ്ട്. എന്തെങ്കിലും കോഴ്സ് എടുക്കുന്ന കാര്യമാണോ? ഡിഗ്രി എന്താ പ്ലാൻ നിങ്ങൾ രണ്ടുപേരുടെയും? സെപ്പറേറ്റ് ആയിരിക്കും, വേറെ കോളേജിൽ തന്നെ പോകും ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വലി നിങ്ങളുടെ ആഗ്രഹങ്ങളും കോഴ്സും ചേസ് ചെയ്യുക. ആൻഡ് സിനിമയിലും നിങ്ങളുടേതായ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി സ്പേസ് ഉണ്ടാവട്ടെ. താങ്ക് യു പറഞ്ഞു. താങ്ക് യു അനീസിക്ക. മാത്രം ഞാനല്ലേ ആശംസ, നീ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്ത് പറയാനാ? വൈൻഡപ്പ് ചെയ്യാൻ പറഞ്ഞോളാം. മൊത്തം കൊള പോയേക്കാം. നമുക്ക് വേറെ പോയി വർക്ക് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ ബൈ ബൈ. താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക് യു.